Okay, anyway, we can start. കുറച്ച് സമയം കൂടെ നോക്കുമായിരുന്നു ആരെങ്കിലൊക്കെ വരുന്നുണ്ടോ. Anyway, let them. Okay, who is ready to do prayer? ആരാ പ്രയറിന് റെഡി ആയിട്ടുള്ളത്? Okay, I'll do, madam. A small attempt to a worship song. I am not good at singing. Okay. He is my everything. He is my all. He is my everything, both great and small. He gave his life for me, made everything new. He is my everything. Now how about you? Like honey in the rock, sweet honey in the rock, for it tastes like honey in the rock. Oh, taste and see that the Lord is good, for he tastes like honey in the rock. Thank you. Okay, anything else to share? ഉണ്ടായിരുന്നു വിഷു വെക്കേഷൻസ് എങ്ങനെയുണ്ട്? ഇങ്ങനെ പോകുന്നു. കുട്ടികൾ നമ്മളെ മിസ് ചെയ്യുന്നുണ്ടോ? കുട്ടികളുടെ സമയമാണോ പിടിച്ചു പറിച്ച് ഇവിടെ കൊണ്ടിരുത്തിയേക്കണേ നിങ്ങളെ? ആണോ? വെക്കേഷൻ ഒക്കെ സൂപ്പർ ആണ് മിസ്സേ, കുഴപ്പമൊന്നുമില്ല. കുട്ടികൾ കൂടെ ഉണ്ടാവും മിക്ക ക്ലാസ്സുകളിലും. അമ്മമാരുടെ കൂടെ മക്കൾ ഇരിക്കുന്നുണ്ട്. മക്കളേരിയത്തുണ്ട്. എല്ലാവർക്കും പാട്ട് പാടണം. അങ്ങനെ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊരു മോള് ഒരു 80-90 കാലഘട്ടങ്ങളിൽ അന്നൊരു പാട്ട് കണ്ണാൻ തുപ്പി പോരാമോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു. ആ മോളത് ഫുൾ പാടി. അവർക്കൊക്കെ പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പ്രെയർ ഒക്കെ ഇപ്പൊ കുഞ്ഞുങ്ങളാ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞു വന്നേ? നമ്മൾ ഏത് ചാപ്റ്റർ എടുക്കുന്നേ? സെൽഫ് കൺസ്ട്രക്ഷൻ ആണോ? കംപ്ലീറ്റ് ആയോ സെൽഫ് കൺസ്ട്രക്ഷൻ? പാർട്ട് 3 യൂണിറ്റ് 4 ആണോ എടുത്തോണ്ടിരിക്കുന്നത്? അതെ അതെ, അത് തീർന്നു. ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ പാർട്ട് 3 യൂണിറ്റ് 3 വരെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട് മോക്ക് ടെസ്റ്റിന്റെ അല്ലേ? അതെ മിസ്. സെൽഫ് കൺസ്ട്രക്ഷൻ തരണം. ഇത് തീർന്നോ എന്നൊരു സംശയമുണ്ട്. ഞാൻ ക്ലാസ്സിൽ തീർന്നു. ഇനി അൺകോൺഷ്യസ് മൈൻഡ് എടുത്തോ? കഴിഞ്ഞു യൂണിറ്റ് 7 സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ശരി. യൂണിറ്റ് 7 എന്ന് പറഞ്ഞാൽ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കയറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു എൻവയോൺമെന്റ് ആണ് ശരിക്കും മോഡ്യൂൾ 3 നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷന്റെ ഓരോ ഏരിയയും. അപ്പോ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യിക്കാം പ്രാക്ടിക്കൽ ഏരിയയിൽ. അതായത് നമ്മുടെ കിച്ചൺ തന്നെയാണ് നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ പ്രാക്ടിക്കൽ ഏരിയ. എൻവയോൺമെന്റ് 5 ഡിവൈഡ് ചെയ്തതിൽ ഒരു ഏരിയ ഞാൻ ഷെയർ ചെയ്യാം. റെക്കോർഡ് റൈറ്റിംഗ് എവിടെ വരെയായി? 3 റെക്കോർഡിനെ കുറിച്ച് മാഡം എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അത് ഗോയിങ് ഓൺ ആണ്. ഓക്കെ, 3 റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കളക്ഷൻ ബുക്ക്, ദാറ്റ് സിമ്പിൾ വൺ, റൈറ്റ്? എവരിതിങ് ഈസ് സിമ്പിൾ. സെക്കൻഡ് വൺ ഞാൻ പറഞ്ഞത് ഏതായിരുന്നു? റൈംസും സ്റ്റോറീസും ആണ് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. ഫോർത്ത് വണ്ണും ജസ്റ്റ് ലൈക്ക് ഫസ്റ്റ് വൺ ഇതാണ് നമ്മള് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന കളിക്കുടുക്ക, മാജിക് പോട്ട്, അങ്ങനെയുള്ള ആക്ടിവിറ്റി ബുക്കാണ് ഫോർത്ത് വൺ. നിങ്ങൾക്ക് പിന്നെ മതിയല്ലോ, മറ്റേതൊന്നും ഒരു ഇതാവട്ടെ അല്ലേ? അതെ. ഫോർത്ത് വൺ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് 2ഉം 3ഉം കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കാം.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടം വരെ ആയെന്ന് പറയാമോ? യെസ് പ്ലീസ്. ടോട്ടലി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ മാഡം. അത്രേ ഉള്ളൂ അല്ലേ, ജസ്റ്റ് ഇൻട്രോ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് മറിയ മോണ്ടിസോറി എങ്ങനെ ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്തു, അതിനനുസരിച്ച് നമുക്ക് നമ്മളുടെ വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം. വീട്ടിലെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഫ്രീഡം ആണ് നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ വൺസ് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് അത്രയ്ക്ക് കൂടെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ആ മാറ്റങ്ങൾ വരുത്താൻ, ഞാൻ അവരെ ഉദ്ദേശിച്ചത് കുട്ടികളെ അല്ല, അതോറിറ്റീസിനെ, അവർ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. കാരണം ഞാൻ പറയാൻ കാരണം, നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഒരു കുട്ടി ടീച്ചിങ് പ്രാക്ടീസ് ഒരു സ്കൂളിൽ പോയപ്പോൾ, ഇതൊരു CBSE സ്കൂളാണ്, സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റും ഡിസിപ്ലിനും സ്കൂളിലെ പല കാര്യങ്ങളും നമുക്കറിയാം. പക്ഷെ അതേസമയം ഫ്ലെക്സിബിൾ ആകേണ്ട കാര്യങ്ങളിലും സ്കൂളുകളാകും. അവിടെ നല്ല രീതിയിൽ തന്നെ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകും. ഇവിടെ കുട്ടികളെ എല്ലാം ഇങ്ങനെ അടക്കി വെച്ചിരിക്കുക, അവരെ ഗ്രൗണ്ടിൽ കളിക്കാൻ വിടില്ല, അവരുടെ PT പീരീഡ് പോലും അവരെ പുറത്തേക്ക് വിടുന്നില്ല. ആ രീതിയിലാണ് സ്കൂളിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. കുട്ടികൾക്ക് ഫർദർ ആക്ടിവിറ്റീസോ അവരുടെ ഫിസിക്കൽ മൂവ്മെന്റ്സ്, ഫിസിക്കൽ ആയിട്ടുള്ള എക്സസൈസുകളോ ഒന്നും ആ സ്കൂളിൽ കിട്ടുന്നില്ല. അത് കാരണം ടീച്ചിങ് പ്രാക്ടീസ് തന്നെ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി ഈ കുട്ടി പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ക്ലാസ് ടൈമില് ഫ്രീഡം കിട്ടിയ സമയത്തൊക്കെ മാസ്കുകൾ യൂസ് ചെയ്ത് സ്റ്റോറി നറേറ്റ് ചെയ്തു. അപ്പൊ കുഞ്ഞുങ്ങളുടെ മുഖത്തെ ആ ഒരു പ്രകാശം, ആ ഒരു ലൈറ്റ്, അവരുടെ ആ ഒരു ഭയങ്കര ബ്ലിസ്ഫുൾ ആയിരുന്നു എന്നാ കുട്ടി പറഞ്ഞത്. കാരണം അത്രയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഇന്നസെന്റ് ഇതല്ലേ, അവര് ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കര സന്തോഷം വന്നു. കാരണം അവരതൊന്നും കണ്ടിട്ടില്ല. അവര് കംപ്ലീറ്റ് ഇങ്ങനെ സ്റ്റഡി, സബ്ജക്ട് സ്റ്റഡി, ഒരു ബുക്ക്, അങ്ങനെ വർക്ക്, അത്രേ ഉള്ളൂ. യാതൊരു ആക്ടിവിറ്റീസും ഇല്ലാത്തൊരു സ്കൂളായിരുന്നു. പിന്നെ ഒരു വളരെ ന്യൂട്രൽ ആയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ ടീച്ചേഴ്സ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ PT പീരീഡ് ഒക്കെ കുട്ടികളെ ഗ്രൗണ്ടിൽ വിടുമ്പോൾ ഇവര് കളിച്ച് വീഴുകയൊക്കെ ചെയ്യുമല്ലോ, അപ്പൊ ഇഞ്ചുറീസ് ഒക്കെ വരും, പാരന്റ്സ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അത് ആ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവരവിടെ ജോബ് ഓഫറും കൊടുത്തു, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യൂ നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ. ആള് ഡിനേ ചെയ്തൊന്നുമില്ല, പക്ഷെ ഒട്ടും താല്പര്യം ഇല്ലാന്ന് തന്നെ ആള് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ സ്കൂളുകളും ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ, കുട്ടി ഒന്ന് വീണ് കഴിഞ്ഞാൽ അത് പാരന്റ്സ് ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ ആ രീതിയിലൊരു റിലേഷൻഷിപ്പ് പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ ഉണ്ടെങ്കിലാണ് അതൊക്കെ മാനേജബിൾ ആയിട്ട് പോവുള്ളൂ. ഓക്കെ, മേ ബി അവർക്കൊരു പ്രീവിയസ് വല്ല ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ സ്കൂളുകാർ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. നമുക്കറിയില്ല, കാര്യം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ പറ്റില്ല. ബട്ട് കുട്ടികൾ കുറെ നഷ്ടങ്ങൾ, മീൻസ് കുറെയൊക്കെ അവരുടെ അതൊക്കെ നിഷേധിക്കപ്പെടുവാണല്ലോ. അവരുടെ ചില റൈറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ അവർക്ക് കിട്ടുക തന്നെ വേണം. അതൊക്കെ അവർക്ക് കിട്ടാതെ പോകുന്നു, അതാണ് ഒരു പ്രശ്നം വരുന്നത്. നമുക്ക് ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് നിങ്ങൾ സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലതുപോലെ ആലോചിച്ച് ചെയ്യുക. ഇനി ചെയ്യാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം അത് നമ്മുടെ പ്രൊഫൈലിൽ ഒരു നമ്മുടെ പ്രൊഫൈലിനെ ഒന്ന് ഉയർത്തുന്ന രീതിയിലുള്ള ഒരു സ്കൂൾ ആയിരിക്കണം നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് സെലക്ട് ചെയ്യാനായിട്ട്. നമ്മളുടെ എല്ലാ കംഫർട്ടബിളും നോക്കിയിട്ട് ഒരു ടീച്ചിങ് പ്രാക്ടീസിന് സ്കൂള് സെലക്ട് ചെയ്ത്, ശരിക്കും കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോയിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നമുക്ക് പോകാൻ എളുപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ സ്കൂളൊക്കെ നോക്കും. എല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന കിട്ടുവാണെങ്കിൽ ഓക്കെ. ബട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നല്ല സ്കൂൾ തന്നെ സെലക്ട് ചെയ്യുക. കാരണം നമ്മുടെ ബയോഡേറ്റയിൽ നമ്മളത് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസ് ഈ ഒരു സമയത്ത് ഈ ഒരു സ്കൂളിൽ ചെയ്തു. അപ്പൊ ആ സ്കൂൾ ഒരു നല്ല പ്രൊഫൈലുള്ള സ്കൂളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാനും പറ്റിയിട്ടുണ്ടാവും. ആ രീതിയിലുള്ള ഒരു സ്കൂളായിരിക്കും. ഓക്കെ, അപ്പൊ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു എൻവയോൺമെന്റിലൂടെ കടന്നു പോകുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. നമ്മൾ സാധാരണ നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടില് ആ കുട്ടിയുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ നമ്മൾ വീട്ടില് മാറ്റങ്ങൾ വരുത്താറില്ലേ? ആ മാറിക്കൊണ്ടിരിക്കും നമ്മുടെ വീട്ടിലെ ആ സറൗണ്ടിങ്സ്, ആ എൻവയോൺമെന്റ് ഒക്കെ മാറും കുട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെ. നമ്മള് ടോയ്ലറ്റിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും താഴെ കുട്ടിക്ക് റീച്ചബിൾ ആയിട്ടുള്ള ഏരിയയിലൊന്നും പലതും വെക്കില്ല. അപ്പൊ പെസ്റ്റിസൈഡ്സോ
അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ, ലൈക്ക് മണ്ണെണ്ണയൊക്കെ വെക്കുകയാണെങ്കിൽ അതൊക്കെ അപകടം തന്നെയാണോ, അങ്ങനെയുള്ളത് വെക്കില്ല. കോയിൻസ് കുട്ടി കാണുന്ന ആ ഒരു ഭാഗത്ത് വെക്കില്ല. ചെറിയ ചെറിയ അങ്ങനെയുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങളൊന്നും നമ്മൾ വെക്കില്ല. അതുപോലെ തന്നെ വലിയ പാത്രങ്ങളിൽ വെള്ളം നിറച്ചു വെക്കില്ല, അത് ശ്രദ്ധിക്കും. കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കുട്ടി വളരുന്ന എൻവയോൺമെന്റ് നമ്മളൊന്ന് ശരിയാക്കി എടുക്കും, പ്രിപ്പയർഡ് ആയിട്ട് വെക്കും. പിന്നെ മുകളിലേക്ക് ടെറസിലേക്കുള്ള ആ ഭാഗത്ത് ചിലർ താൽക്കാലികമായിട്ട് ഒരു കൊച്ചു ഡോറ് വെച്ചിട്ട് ക്ലോസ് ചെയ്യും, കുട്ടി സ്റ്റെപ്പ് കയറി പോവാതിരിക്കാനായിട്ടും. പിന്നെ ഫ്രണ്ട് ഡോറിന്റെ അവിടെയും ചിലപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തൊക്കെ വെക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കുട്ടിയെ ഉറക്കുന്ന സമയത്ത് ആദ്യത്തെ കുഞ്ഞു പ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അനങ്ങാതെ കിടന്നുറങ്ങും. കുറച്ച് കഴിയുമ്പോൾ അവരെ ആ കട്ടിലാണ് നമ്മൾ കിടത്തിയിരിക്കുന്നെങ്കിൽ അവിടെ നിന്ന് കിടക്കുന്ന സ്ഥലത്തായിരിക്കില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ കിടക്കുന്നു, ഉരുണ്ടിങ്ങനെ പോകും. നമ്മൾ പില്ലോ ഒക്കെ വെച്ചിട്ട് സൈഡൊക്കെ വെച്ചിട്ട് താഴെയും കുറെ പില്ലോ ഒക്കെ പറക്കിയിടും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതാണ്. അപ്പൊ നമ്മളവിടെ നമുക്ക് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ ഈ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യണേ. വി നോ ദാറ്റ് ദിസ് ക്യാൻ ഹാപ്പൻ. അപ്പൊ അങ്ങനെയുള്ള ഡേഞ്ചർ സോണാണ് കുഞ്ഞുങ്ങൾ വളരുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിക്വേഷൻസ് എടുക്കും, അല്ലെ? അത് കുട്ടിയെ കൊതുക് കടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു, അങ്ങനെ പലതും. ഓക്കെ. അപ്പൊ അതുപോലെ 3 വയസ്സ് കഴിയുമ്പോഴാണ് ഇവർ ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു സ്കൂളിലേക്ക് പോകുന്നത്. അവിടെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവര് റെഡിയാക്കും. ഓരോ വർഷം കഴിയും തോറും സ്കൂളുകൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ വർഷം എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടോ, ഇങ്ങനെ ചെയ്തപ്പോ ഇങ്ങനെ സംഭവിച്ചു, സോ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും അതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ വെച്ചാൽ എല്ലാം അപ്ഡേറ്റ് ചെയ്യുവാണ്. കുട്ടികൾക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ അപ്ഡേറ്റഡ് ആവുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. മറിയാം മോണ്ടിസോറി ഇനീഷ്യലി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് അതിങ്ങനെ അപ്ഡേറ്റഡ് ആയി. ഈവൻ ദോ മറിയാം മോണ്ടിസോറി ഫസ്റ്റ് ചെയ്ത ആ മോണ്ടിസോറി സ്കൂള് കാസ ഡി ബാംപിഡി എന്ന പേരുള്ള ഇറ്റലിയിലെ സാൻ ലൊറൻസയിലുള്ള ആ ഒരു സ്കൂളിൽ തന്നെ കുട്ടികളുടെ രീതികൾക്കനുസരിച്ച് മറിയാം മോണ്ടിസോറി തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞല്ലോ, 1907 അത് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോ പലയിടത്തും പല മാറ്റങ്ങൾ വരുത്തി. ഈ ടീച്ചിങ് പ്രാക്ടീസിന് പോയ പല കുട്ടികളും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോണ്ടിസോറി മെറ്റീരിയൽസും ഉണ്ട്, അല്ലാതെയും പല മെറ്റീരിയൽസും ഉണ്ട്. അങ്ങനെ പലതും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഈവൻ ഞാൻ പഠിച്ച സമയത്തുള്ള മോണ്ടിസോറി മെറ്റീരിയൽസും ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച മെറ്റീരിയൽസും തമ്മിലും അവിടെയും ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഡിപ്പെൻസ്, ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് നോക്കാം മറിയം മോണ്ടിസോറി എന്താണ് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നത്. ഇവൻ വായിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ആ ഒരു ഫസ്റ്റ് 2 പാരഗ്രാഫ്സ്. ഫസ്റ്റ് പാരഗ്രാഫ് ഇച്ചിരി വലുതാണ്, സെക്കൻഡ് പാരഗ്രാഫ് ചെറുതാണ്. ആരാ വായിക്കാൻ റെഡി ആയിട്ടിരിക്കണേ? ഞാൻ വായിക്കാം. Unit 7 Montessori Prepared Environment. To help the little ones in their constructive work, we have to create a place where sensitive periods, human tendencies, and planes of development are all being watched. A place where each child works at their own rate as per to their own interests. The Montessori prepared environment is perfect, which improves the children's inner discipline, concentration, belief in themselves, and belief in each other. They evolve a sense of responsibility and admiration for the world and the things and people within it. The real Montessori environment helps the child in the construction of their own life, a fulfilled life that is a part of the greater good. Montessori was of the view that a Montessori environment should be a loving area, that teachers should watch children and make needful changes to the environment to suit the children's requirements. The Montessori environment should be a nourishing place to meet the child's requirements for self-concentration. All barriers to the child's development should be taken away from the environment. സോ ജസ്റ്റ് ഒരു നക്ഷല് പോലെ പറഞ്ഞിരിക്കുവാണ് എന്താണ് ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കുട്ടികളെ ഇംപ്രൂവ് ചെയ്യിക്കുന്നു. അവരുടെ പല പല ക്വാളിറ്റീസിനെ ഇംപ്രൂവ് ചെയ്യുക ചെയ്യുന്നത്. അവരുടെ ഇന്നർ ഡിസിപ്ലിൻ, അവരുടെ കോൺസെൻട്രേഷൻ, അവരുടെ അറ്റൻഷന്റെ ആ പവർ, പിന്നെ ബിലീഫ് ഇൻ ദംസെൽസ്. യെസ്, ഐ ക്യാൻ ഡു ദിസ്. ഓക്കെ. അപ്പൊ നമ്മളുടെ റെക്കോർഡ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും തോന്നും യെസ് എനിക്കിത് ചെയ്യാൻ പറ്റും.
റൈംസും സ്റ്റോറീസ് ഒക്കെ എഴുതാൻ തുടങ്ങിയപ്പോ യെസ് ഐ ആം ഗുഡ് എന്നൊരു ഫീല് നമുക്ക് തോന്നൂലേ? എല്ലാരും ഒന്ന് പാറ്റ് ചെയ്തു, തന്നെ ഒന്ന് പാറ്റ് ചെയ്ത് യെസ് ഐ ആം ഗുഡ്, ഐ ആം വെരി ഗുഡ്, ഐ ആം ബെറ്റർ, ഐ ആം ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയും ഓരോ ദിവസം കഴിയുന്തോറും. സോ ബിലീവ് ഇൻ ദംസെൽസ്, അവരിലൊരു വിശ്വാസം, ദാറ്റ് ഇസ് എ കോൺഫിഡൻസ് അല്ലെ. കുറേ വലുതായിട്ട് അത് വരുത്താനാണ് നമ്മൾ നല്ല കഷ്ടപ്പെടും. ഇവിടെ തന്നെ ഇപ്പൊ റൈംസും സ്റ്റോറീസും ഞാൻ പറഞ്ഞപ്പോ കുറെ പേര് എന്നോട് പറഞ്ഞു, ഈ ക്ലാസ് തന്നെ പല ബാച്ചിൽ നിന്നും, അയ്യോ എന്നെ കുട്ട് പറ്റില്ല, ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല, അങ്ങനെ ഇങ്ങനെ. കുറച്ച് കഴിഞ്ഞപ്പോ ഈ പറഞ്ഞവർ എന്നോട് എവിടെ നിന്നൊക്കെയാണോ കഥകളും റൈംസും വരുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇഷ്ടംപോലെ ഇങ്ങനെ ഐഡിയാസ് വരും, നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മുടെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു കാര്യം. ഇന്നലെ ഈ നമ്മൾ ജനല് തുറന്ന് കിടക്കും കേട്ടോ, അങ്ങനത്തെ ഫ്ലോറിലാണ് ഞങ്ങൾ എല്ലാരും കിടക്കുന്നത്. ജനല് തുറന്നപ്പോഴേക്കും പൂച്ച അകത്ത് കയറി. ജസ്റ്റ് ഞാനപ്പോ ഇവിടെ ലാപ്ടോപ്പിൽ ഇരുന്ന് എന്തോ ചെയ്യുമായിരുന്നു, മോൻ ഓടിയോന്ന് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ അതിനെ വാതിൽ തുറന്ന് പുറത്താക്കി. ഞാൻ അതോർത്ത് കിടന്നിട്ടാണോ എന്തോ ഞാൻ കണ്ട സ്വപ്നം മുഴുവനും കള്ളം കയറിയതായിരുന്നു. അപ്പം നമ്മള് എന്തെങ്കിലും ചിന്തിച്ച് കിടക്കുമ്പോൾ നമ്മൾ അത് റിലേറ്റഡ് അല്ലെങ്കിൽ പോലും നമ്മൾ എന്തൊക്കെയോ കാണും. അതുപോലെ തന്നെയാണ് നമ്മള്. അത് ഞാനിപ്പോ ഉറക്കത്തിലാ, ഞാൻ കോൺഷ്യസ് അല്ല, അപ്പൊ ഉറക്കത്തിലാണ്. ആ ചിന്തയോട് പോയി ഇങ്ങനെ കിടന്ന് അത് മാത്രല്ല, ഞാൻ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് കള്ളം കയറുന്നത് കാണുന്നുണ്ട് കേട്ടോ. ദൈവമേ, കയറുമോ എന്ന് പറഞ്ഞില്ലേ. ഈ കണി വെക്കുന്ന സമയത്ത് നമ്മൾ കുറെ കോയിൻസും ഗോൾഡും ഒക്കെ ഇങ്ങനെ കണിയിൽ വെക്കുമല്ലോ. അപ്പൊ ആ ഡോർ ഇങ്ങനെ തുറന്നിട്ടു. അപ്പോഴും ചിന്തിക്കണത് ബാക്കിൽ നിൽക്കുമ്പോൾ ഡോറ് തുറന്നു കിടക്കുമല്ലോ, നേരെ ചെന്ന് വന്നു കഴിഞ്ഞാൽ അത് എടുക്കാലോ, ഇങ്ങനെ ഒരു ചിന്ത മനസ്സിലാവും. സോ ഞാൻ ഇമാജിൻ ചെയ്യുന്ന മൊത്തം നെഗറ്റീവ് കാര്യങ്ങളാണ്. ആയതുകൊണ്ടായിരിക്കും ഞാൻ സ്വപ്നം കണ്ടത് കള്ളൻ വന്ന് ഇതെടുത്തോണ്ട് പോകുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. ഇതെല്ലാം കൂടെ കണക്റ്റഡ്. അപ്പൊ രാവിലെ ഞാൻ മോനോട് പറയുന്നത് കള്ളം വരുന്ന സ്വപ്നം കണ്ടു. അപ്പൊ അവൻ എന്നോട് പറയും അത് പൂച്ച കയറിയത് കൊണ്ട് അമ്മയ്ക്ക് തോന്നിയതായിരിക്കും. പൂച്ച കയറിയത് ഓർത്ത് കിടന്നിട്ട് ഞാൻ കള്ളം വരുന്ന സ്വപ്നം കണ്ടു എന്ന് അവൻ ഇങ്ങനെ പറയും. അപ്പൊ നമ്മള് ഇമാജിൻ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളുടെ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചില ക്രിയേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കാണും. ഞാൻ ചിന്തിച്ചത് മൊത്തം നെഗറ്റീവ് ആയിരുന്നു. ഞാൻ കണ്ടതും ഇതുപോലെ കള്ളൻ വന്ന് അത് മുഴുവൻ എടുത്തുകൊണ്ട് പോയി. അതാണ് ഞാൻ സ്വപ്നം കണ്ടത്. അപ്പൊ അതുപോലെ നമ്മൾ ഇത് എഴുതാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോറി, അത് ഞാൻ ബോധത്തോടെ കൂടെയുള്ള സമയമല്ല, പക്ഷെ നമ്മൾ കോൺഷ്യസ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു തീം റിലേറ്റഡ് ഒരു കഥ എഴുതണം അല്ലെങ്കിൽ ഒരു റൈം എഴുതണം എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് ആ ഒരു തീമിന് ഒരു സ്റ്റോറി അല്ല അല്ലെങ്കിൽ ഒരു റൈം അല്ല, എനിക്ക് 2ഉം 3ഉം എഴുതാൻ പറ്റും എന്ന് വിചാരിച്ച് തന്നെ നിങ്ങൾ ആ തീമിനെ കാണണം. ഓക്കെ, അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റില്ല, അതും ഇംഗ്ലീഷിലേണ്ടത്. എങ്ങനെ ഞാൻ ഇംഗ്ലീഷ് സിമ്പിൾ ഇംഗ്ലീഷ് ഉപയോഗിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ കൊച്ചു ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് നിന്നിട്ട് ഭയങ്കര ശശി തരൂർ സ്റ്റൈലിൽ ഇംഗ്ലീഷ് പറയാനോ അങ്ങനെ ഭയങ്കര വൊക്കാബുലറിയോ ഗ്രാമറിന്റെ ആവശ്യമില്ല. ഗ്രാമർ, ബേസിക് ഗ്രാമർ വേണം. ലൈക്ക് നമ്മൾ പണ്ട് പഠിച്ച ടെൻസ് ഫോമിൽ തന്നെ നമ്മൾ സംസാരിക്കണം, അത് ഡെഫിനറ്റ്ലി അത് വേണം. ബട്ട് കുഞ്ഞുങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ സിമ്പിൾ ഇംഗ്ലീഷ് പോരെ. അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രായമാണ്. അപ്പൊ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ ലാംഗ്വേജ് കറക്റ്റ് അല്ലെങ്കിൽ അവര് നമ്മളെ ഫോളോ ചെയ്തു പോയാൽ അത് പ്രശ്നമാവില്ലേ അവരുടെ ലാംഗ്വേജിന്? സോ ഡെഫിനറ്റ്ലി നമ്മളുടെ ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കണം. അത് കൊളോക്കിയലായിട്ട് നമ്മൾ സംസാരിക്കാനും പാടില്ല. ക്ലാസ് റൂമിൽ വന്നിട്ട് വീട്ടിലുള്ളവരോടും നമ്മുടെ ഫ്രണ്ട്സിനോടും നമ്മൾ ഭയങ്കര കൊളോക്കിയലായിട്ട് സംസാരിക്കാറുണ്ട്. അതുപോലെ സംസാരിക്കാനും പാടില്ല. കാരണം അവര് മലയാളത്തിൽ പറയുമ്പോഴും ഇംഗ്ലീഷിൽ പറയുമ്പോഴും അവര് നമ്മളെ ഫോളോ ചെയ്യുക. അവർ കംപ്ലീറ്റ് അവരുടെ ബ്രെയിനിൽ ഇംപ്രഷൻസ് ആയിട്ട് കിടക്കും. അപ്പൊ നിങ്ങൾ അതും ശ്രദ്ധിക്കണം. അപ്പൊ പ്രാക്ടീസ് ചെയ്യൂ മാക്സിമം. കുറെ പേർക്ക് നല്ല പോലെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം, കുറെ പേർക്ക് നല്ല ഇംഗ്ലീഷ് ഉള്ളിലുണ്ട്, പക്ഷെ അവർ പുറത്തേക്ക് എടുക്കുന്നില്ല, ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ ബ്ലോക്കിംഗ് ഒക്കെ മാറ്റി എല്ലാവരും സംസാരിക്കും. നമുക്ക് എല്ലാവർക്കും പറ്റും. ഓക്കെ, അപ്പൊ അത് എഴുതാൻ തുടങ്ങുമ്പോഴേക്കും ആ ഇംഗ്ലീഷ് വന്നോളൂ. വളരെ സിമ്പിൾ ആയിട്ട്. പിന്നെ കഥ എഴുതുമ്പോ എപ്പോഴും നമ്മള് ഏത് ടെൻസ് ഫോമിലാണ് കഥ എഴുതുക? പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ കഥ എഴുതുന്നത് അല്ലെ. ഒരിക്കൽ ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു അല്ലെ, അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ കഥ എഴുതുന്നത് അല്ലെ. അപ്പൊ അത് പാസ്റ്റ് ടെൻസിലായിരിക്കും. അതേസമയം നമ്മുടെ ഡ്രാമയിലൊക്കെ എങ്ങനെയായിരിക്കണം? കോൺവെർസേഷൻ ആണ് അല്ലെ, ഡയറക്റ്റ് സ്പീച്ച്. അയാള് പറഞ്ഞു എന്ന് പറഞ്ഞല്ല നമ്മൾ ഡ്രാമയിൽ എഴുതുന്നത്. ഓരോ ക്യാരക്ടറും സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ ഡ്രാമയിലെ സ്ക്രിപ്റ്റ് എഴുതുന്നത് അല്ലെ. ഇപ്പം ഫാദർ, മദർ, കുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. ഫാദർ, അപ്പൊ നമ്മള് ഫുൾ കോളൻ എഴുതിയിട്ട് ഫാദർ പറയുന്ന കാര്യം, ഫാദർ ചിലപ്പോൾ മോളെ വിളിക്കായിരിക്കും, ഡിയർ പ്ലീസ് കം ഹിയർ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ആള് സംസാരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഡ്രാമയിൽ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് നാളെ കുട്ടികൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികളെ കൊണ്ട് ഒരു കൊച്ചു ഡ്രാമ ചെയ്യിക്കണം, അപ്പൊ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ ആയിട്ട് പറ്റും.
പിന്നെ അത് മാത്രമല്ല വീട്ടിലും എല്ലാ ഫാമിലി ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോൾ ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതൊരു ചാൻസ് ആണല്ലോ. അങ്ങനെയൊക്കെ ചെയ്യാം. കുഞ്ഞുങ്ങളെ കൊണ്ട് ചെറിയ റോൾ പ്ലേ ഒക്കെ വീട്ടിൽ ചെയ്യിക്കാം. ചെറിയ ചെറിയ റോൾ പ്ലേസ് ഒക്കെ ഇനാക്ട് പ്ലേ 5 minutes ഒക്കെ മതിയാകും. എന്തെങ്കിലും ഒരു തീം കൊടുത്തിട്ട് ഒരു റോൾ പ്ലേ ചെയ്യിക്കാം. ഷെയറിങ്, അതിനെപ്പറ്റി ഒരു തീം കൊടുക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ അതിലൂടെയൊക്കെ കൊടുക്കുമ്പോൾ ഇത് തന്നെ സ്കൂളിൽ ചെല്ലുമ്പോഴും ഇനാക്ട് പ്ലേ പോലെ ചെയ്യിക്കാം. 5 minutes ഷെയറിങ്ങിനെ കുറിച്ചോ എംപത്തിയെ കുറിച്ചോ അതിനെപ്പറ്റി നമ്മളിങ്ങനെ സംസാരിച്ചാൽ അവർക്കൊന്നും മനസ്സിലാകില്ല. അവർക്ക് ആ ഒരു തിങ്കിങ് വരില്ല. അവരെല്ലാം വിഷ്വലൈസ് ചെയ്യുന്നതാണ്. അതാണ് കൂടുതൽ ഇമ്പാക്ട് അവർക്ക് വരുന്നത്. വലിയ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോഴല്ലേ ലെക്ചർ ക്ലാസ് കൊണ്ടൊക്കെ കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു എൻവയോൺമെന്റ് മോണ്ടിസോറി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കുട്ടികളുടെ ഉള്ളിൽ കുറെ ഇന്നർ നീഡ്സും ഉണ്ട്, ഇന്നർ ക്വാളിറ്റീസും ഉണ്ട്. ഇതിനെല്ലാം പുറത്തേക്ക്, അവരുടെ പൊട്ടൻഷ്യൽ പുറത്തേക്ക് കൊണ്ടുവരണം. അവരുടെ ഡിസിപ്ലിൻ, ഇന്നർ ഡിസിപ്ലിൻ, കോൺസെൻട്രേഷൻ, ബിലീഫ് ഇൻ ദംസെൽസ്. അപ്പോഴാണ് കോൺഫിഡൻസ് കൂടുള്ളൂ. അവർക്ക് അവരെ കുറിച്ച് തന്നെ യെസ് ഐ ക്യാൻ ഡു ദിസ്, എനിക്കിത് പറ്റും, ആ ഒരു ബിലീഫ് അവർക്ക് വേണം. പിന്നെ ബിലീഫ് ഇൻ ഈച്ച് അതർ. ഒരാളെ, നമ്മളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ടീച്ചർ, ഇപ്പൊ വീട്ടിലാണെങ്കിൽ എന്റെ അമ്മ അല്ലെങ്കിൽ എന്റെ അച്ഛൻ, എന്റെ ചേട്ടൻ, എന്റെ ചേച്ചി, എന്റെ ചേട്ടൻ ചെയ്യും, എന്റെ ചേച്ചി ചെയ്യുന്നൊക്കെ കുറെ ചില കുട്ടികൾ ഇങ്ങനെ പറയാറില്ല. എന്റെ അമ്മയ്ക്ക് അറിയാം അത്, എന്റെ അച്ഛൻ അതറിയാം, എന്റെ അച്ഛൻ വണ്ടി ഓടിക്കും. ദാറ്റ് ഈസ് ബിലീഫ് ഇൻ അതേഴ്സ്. മറ്റുള്ളവരോടുള്ള ആ ഒരു വിശ്വാസം. ഇവരിലൊരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വരികയാണ്. നമ്മൾ കുട്ടികളെ നമ്മൾ വീട്ടിലൊരു ജോലി ഏൽപ്പിച്ച് ആ ഒരു പാത്രം കയ്യിൽ കൊടുത്തിട്ട് ഈ പാത്രം ആ ഷെൽഫിൽ ആ തട്ടിൽ വെക്കണം. വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അവരത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കും. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മളൊന്ന് അപ്രീഷിയേറ്റ് കൊള്ളാം, ഗുഡ്, കീപ് ഇറ്റ് അപ്പ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴേക്കും അവർക്കൊരു ആ ഒരു സെൻസ്, അവരുടെ ഒരു സെൽഫ് ഇത് വരുവാണ്. അതൊന്നും അവരുടെ ഹെഡ് ഒന്ന് പൊങ്ങി നിൽക്കും. ലൈക്ക് യെസ് ഐ ക്യാൻ ഡു ദിസ്, ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ടൈം ഐ വിൽ ഡു ദിസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി അവരുടെ വരും. അപ്പൊ ചുറ്റുമുള്ള കാര്യങ്ങളോടുള്ള ഒരു അഡ്മിറേഷൻ, ഒരു ഇഷ്ടം ഒക്കെ അവർക്ക് അങ്ങനെ ആളുകളോട്, വസ്തുക്കളോട്, തിങ്സ്, പീപ്പിൾ, സറൗണ്ടിങ് ദം, എല്ലാത്തിനോടും അവർക്കൊരു ഇഷ്ടം തോന്നും. നമ്മൾ പഠിച്ചു ചെറിയ ക്ലാസ്സിലെ ചെറിയ പ്രായത്തിലെ കുട്ടികളുടെ നമ്മുടെ ആദ്യത്തെ പ്രീവിയസ് സബ്ജക്ട്സിലൊക്കെ നമ്മൾ പഠിച്ചു. ഇവർക്ക് സ്ട്രേഞ്ചർ ആൻസൈറ്റിയും സെപ്പറേഷൻ ആൻസൈറ്റിയും ഉണ്ട്. ചെറിയ പ്രായത്തിലാണ്, മന്ത്സ് ഉള്ള സമയത്താണ്. അത് കുറെ മാറി ഇവരുടെ സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യൂടെ, അവർ സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ സോഷ്യലൈസ് ചെയ്യുന്നത് അവരുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അതേസമയം സോഷ്യലൈസ് ചെയ്യാതെ വീണ്ടും ആ ഒരു ആൻസൈറ്റി ഒന്നും പോയിട്ടില്ലെങ്കിൽ ദാറ്റ് മീൻസ് സറൗണ്ടിങ്സിന്റെ എന്തോ പ്രശ്നമായിരിക്കും. അവരെ നോക്കുന്നതിന്റെ അല്ലെങ്കിൽ ആ സറൗണ്ടിങ്സിന്റെ എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് കുട്ടികൾ വീണ്ടും ആ ഒരു ആൻസൈറ്റിയിൽ പുറത്തേക്ക് വരാം. അത് ചെറിയ പ്രായത്തിൽ അതുണ്ട്. അതൊരു സെക്യൂർ ഫീലിംഗ് അവർക്ക് വരണത് ചില ആളുകളുടെ കൈകളിൽ മാത്രമായിരിക്കും. അത് ആ കുഞ്ഞു പ്രായത്തിലാണ് കേട്ടോ. അതെല്ലാം മാറി സോഷ്യലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഷ്യൽ ഡെവലപ്മെന്റ് ഏതോ ഒരു എല്ലാ ഇൻഡിവിജ്വലിനും വളരെ അത്യാവശ്യമാണ് സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെ. കാരണം ഈ സൊസൈറ്റിയുടെ ഭാഗമാണ്. പിന്നെ നമുക്കറിയാം പല സൈക്കോട്ടിക് ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക്, സോഷ്യലൈസ് ചെയ്യാത്ത സ്ക്രീസോഫീനിയ പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ആ ഒരു ഡിസോർഡറിന്റെ ഭാഗമാണ്. അവര് സോഷ്യലൈസ് ചെയ്യില്ല. എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് എഞ്ചിനീയറിംഗ് പഠിച്ചാട്ടോ. ഞങ്ങള് നൈബേഴ്സ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വരുന്നതും തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്നത്. ആ കുട്ടിയുടെ അച്ഛനായിരുന്നു ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടുന്നത്. കാർ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ ഈ കുട്ടിക്കൊരു ബ്രദർ ഉണ്ട്, ചേട്ടൻ. ഞങ്ങൾ അന്ന് പഠിക്കുന്ന സമയത്ത് ചേട്ടൻ CA പഠിക്കുക, അച്ഛൻ CA ആണ്, CA പഠിക്കുക. അന്ന് പഠിക്കുന്ന സമയത്ത് ഈ CA കുറെ പഠിക്കാനും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പുള്ളിക്കാരൻ അധികം സംസാരിക്കില്ല. ജസ്റ്റ് നോക്കും. മീൻസ് ചിരി പോലും ആളുടെ ഫേസിൽ അങ്ങനെ വരാറില്ല. കുറെ വർഷങ്ങൾ കഴിഞ്ഞു. ഈ കുട്ടിയുടെ ലവ് മാരേജ് ആയിരുന്നു. ഒരു അതർ റിലീജിയനിലുള്ള ഒരാളെ കല്യാണം കഴിച്ചു പോയപ്പോ ഫാമിലിയുമായിട്ടുള്ള കണക്ഷൻ അങ്ങനെ കട്ടായി. പിന്നീട് ഞങ്ങള് ഗേൾസിന്റെ മാത്രം ഒരു ഗ്രൂപ്പ് വന്നപ്പോഴാണ് നമ്പർ പരസ്പരം അറിയുന്നത്. ഈ കുട്ടി ആ സമയത്ത് ഓസ്ട്രേലിയയിലോ മറ്റോ ആണ്, ഹസ്ബൻഡിന്റെയും കുട്ടിയുടെയും കൂടെ. അപ്പൊ എന്നോട് പറഞ്ഞു, ജിഷ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാമോ? ഞാൻ ചോദിച്ചു എന്താ? എന്റെ വീട്ടിൽ ഇപ്പൊ ചേട്ടൻ മാത്രമേ ഉള്ളൂ. അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചത് ക്യാൻസർ വന്നായിരുന്നു. അമ്മ മരിക്കുന്നത് അമ്മയ്ക്ക് അവസാന നിമിഷമായപ്പോ അൽഷിമേഴ്സായി. അമ്മയും മോനും മാത്രമായി വീട്ടില്. അമ്മയ്ക്ക് ഓർമ്മയില്ലാതാവോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തു. ഞാനിത് പറയാൻ കാരണം നമ്മളുടെ കോണ്ടാക്ട്സിൽ ഇതുപോലെ ആരെങ്കിലും ഒറ്റയ്ക്കൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും.
അങ്ങനെ ഈ അമ്മയും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഇടപെട്ട് ഇവർക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലേഡി ഏർപ്പാടാക്കി. ഒരു ദിവസം ഈ ലേഡി വരുമ്പോൾ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു, ആളരക്കുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പൊ അവർക്കെന്തോ പന്തികേട് തോന്നി. അവര് റെസിഡൻസ് അസോസിയേഷനെ ആൾക്കാരെ വിളിച്ചു. അവര് വന്ന് ഗേറ്റ് പൊളിച്ചു, ഡോർ പോലീസിനെ വിളിച്ചു. ഡോർ ഓപ്പൺ ചെയ്തപ്പോ കണ്ട കാഴ്ച കട്ടില് അമ്മയെ കെട്ടിയിട്ടിരിക്കുക. അപ്പൊ അമ്മയ്ക്ക് ഈ അൽഷിമേഴ്സിന്റെ പ്രോബ്ലം ഉണ്ട്, ചിലപ്പോൾ ഇറങ്ങി പോവായിരിക്കും, അതുകൊണ്ട് മകൻ ചെയ്തതായിരിക്കാം. അയാൾക്ക് എവിടെയെങ്കിലും പോകേണ്ടതുണ്ടായിരുന്നു കാണും. അങ്ങനെ കട്ടിലിൽ കെട്ടിയിരിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ. അങ്ങനെ എന്നെ പെട്ടെന്ന് പോലീസ് ഇടപെട്ട് അവരെ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റി. വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാജകുടുംബത്തിൽപ്പെട്ടവരെങ്ങാണ്ടാണ്. ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഹോസ്പിറ്റലിൽ ഇതൊന്നും ഈ കുട്ടി പറഞ്ഞ് എനിക്ക് അറിയുന്നതല്ല. ചേട്ടൻ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോ എന്റെ ഒരു ഫ്രണ്ട് അവിടെ തൊട്ടടുത്തുണ്ട്. ഞാൻ അവിടെ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്ത് മാറിയിരുന്നു. അതിനെ ഞാൻ വിളിച്ചു. ആ കുട്ടി എന്നോട്, അതിനെ അവിടെ ഒരു ആന്റി ഉണ്ട്, രണ്ടുപേരെ ഞാൻ വിളിച്ചു. അപ്പൊ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളാണിത്. അങ്ങനെ ആ വീട്ടിൽ ചേട്ടൻ മാത്രമേ ഉള്ളൂ. അമ്മ മരിക്കുന്നത് ഈ ഓൾഡ് ഏജ് ഹോമിൽ വെച്ചാണ്. ഓൾഡ് ഏജ് ഹോമിൽ വെച്ചാണ് അമ്മ മരിക്കുന്നത്. അങ്ങനെ ചേട്ടൻ മാത്രമേ അവിടെ ഉള്ളൂ. ചേട്ടൻ ഫോൺ എടുക്കാറില്ല എന്നാണ് ഈ കുട്ടി എന്നോട് പറഞ്ഞത്. ചേട്ടന്റെ ഫോൺ നമ്പർ എനിക്ക് ഷെയർ ചെയ്തു. കണ്ടിന്യൂസ് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ്. എന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് അതിനടുത്ത. ഞാനൊരു ദിവസം ഹസ്ബൻഡിന്റെ ഈ എന്റെ ഫ്രണ്ടിന് ഇത്ര അറിഞ്ഞാൽ മതി ആൾ അതിനകത്തുണ്ടോ എന്നുള്ളത്. അപ്പൊ എന്നോട് കുറെ കഴിഞ്ഞപ്പോ എന്നെ ഷെയർ ചെയ്തു, ആൾക്ക് സ്ക്രിസോഫീനിയാണ്, സോഷ്യലൈസ് ചെയ്യില്ല, അടുത്തുള്ള ആൾക്കാരുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് മറ്റവർ രണ്ടുപേരും പറഞ്ഞു കേട്ടോ, അവരാരും ചെല്ലാറില്ല, ഇടയ്ക്ക് ജനലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്ന കാണാം നിങ്ങൾ. ഞാൻ ഒത്തിരി പ്രാവശ്യം വീട്ടിൽ പോയിട്ടുള്ളതാ, ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അവിടുത്തെ അമ്മ നല്ലപോലെ ഇഡ്ഡലിയും ചട്നിയൊക്കെ ഉണ്ടാക്കും, നന്നായിട്ട് ഉണ്ടാക്കി തരും, അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഓഫീസിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി. ഒരു 7 o'clock ആയി ഈവനിങ്. ആ വീടിന്റെ മുമ്പിലൂടെ നമുക്ക് പോവാന്ന് പറഞ്ഞു. ഞങ്ങൾ വണ്ടിയിൽ ആ വീടിന്റെ മുന്നിലൂടെ പോകുമ്പോൾ ഫുൾ ഇരുട്ട, ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ ഫ്രണ്ടിനെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, അവിടെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അടുത്ത് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴും അറിഞ്ഞത് അവർക്കൊന്നും അറിയില്ല, ഇടയ്ക്ക് ലൈറ്റ് കാണാം എന്നേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഈ കുട്ടി പറഞ്ഞു, ആള് സ്വയം സമാധാനിക്കുക, അവിടെ ഉണ്ടാകും. കൊറോണ ടൈം ആയിരുന്നു, കോവിഡ് കാരണം പേടിച്ച് പുറത്തേക്ക് ഇറങ്ങാത്തതായിരിക്കാം, ഇടയ്ക്ക് പ്രൊവിഷൻസ് ഒക്കെ വാങ്ങാൻ ഇറങ്ങാറുണ്ട് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഹസ്ബൻഡിനോട് ഒന്ന് ജസ്റ്റ് അതുവഴി ഒന്ന് നടക്കാൻ പറഞ്ഞു. അവിടെ ഫുൾ ഇങ്ങനെ കാട് പിടിച്ചിരിക്കുക, അവിടെ ആൾതാമസം ഉള്ളതായിട്ട് തോന്നുന്നില്ല, ഗേറ്റ് ഒക്കെ ഭയങ്കര തുരുമ്പ് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പ്രോബ്ലംസ് വരുമ്പോ, ഇങ്ങനെ ഈ ലോൺലിനെസ്, ഈ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്, ഇതുപോലെ സ്ക്രിസോഫ്രീനിയ, സോഷ്യലൈസ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം, പുള്ളിക്ക് പറ്റിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പുള്ളി ഡിപ്രഷനിലേക്ക് പോയി. ആ ഡിപ്രഷനിലേക്ക് പോയ സമയത്ത് തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തില്ല. ഡിപ്രഷനിലേക്ക് പോവാൻ കാരണം CAയുടെ ഒരു പേപ്പർ പലതവണ എഴുതിയിട്ടും ആൾക്ക് കിട്ടിയില്ല. ആരും ഫോഴ്സ് ചെയ്തുമില്ല, പക്ഷെ അത് ഡിപ്രഷനായി മാറി. ഡിപ്രഷൻ അത് ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോയി. മെഡിസിൻ കഴിക്കേണ്ട പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ പിന്നെ ഫാമിലി മൊത്തം സ്കാറ്റേർഡ് ആയിപ്പോയി. സിസ്റ്റർ ഉള്ളതിന് അവരുമായിട്ട്, കാരണം ഹസ്ബൻഡിന്റെ വീട്ടുകാരും സമ്മതിക്കില്ല, ഇതിന്റെ വീട്ടുകാരും ഇതിനെ ഒഴിവാക്കിയായിരുന്നു. അതർ റിലീജിയൻ ആയതിന്റെ ഒരു പ്രശ്നം. അങ്ങനെ പ്രോബ്ലം ഒക്കെ ആയി. അപ്പം ശ്രദ്ധിക്കാൻ ആരുമില്ലാതായി. കറക്റ്റ് സമയത്ത് ഡയറക്റ്റ് ചെയ്ത ഒരു ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാൻ ആരുമില്ലാണ്ടായി പോയി. ഒറ്റയ്ക്ക് പോകാനുള്ള ആ ഒരു മാനസിക അവസ്ഥയുമല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു. ഇതൊക്കെയാണ്. അപ്പൊ നമ്മുടെ സറൗണ്ടിങ്സ് പലപ്പോഴും ഫ്ലാറ്റുകളിലായിരിക്കാം ജീവിക്കുന്നത്, നമ്മുടെ സറൗണ്ടിങ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ബട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഒരാളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഇടങ്ങളിൽ ആളുകളെ ശ്രദ്ധിക്കുക, ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ. ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെ എനിക്കറിയില്ല. പിന്നെ ഈ കുട്ടി എന്നോട് അന്വേഷിക്കാനും പറഞ്ഞിട്ടില്ല കേട്ടോ. അതും ആ ഒരു സിറ്റുവേഷനുമായിട്ട് യൂസ്ഡ് ആയിട്ടുണ്ടാവും. ഈ ചെറു പ്രായങ്ങളില് തന്നെ കുട്ടികൾക്ക് പലപ്പോഴും പല ട്രോമാസ് വരും. ഈ ആളെ സംബന്ധിച്ച് വന്നത് ആളുടെ ചെറുപ്രായത്തിലൊന്നുമല്ല, എഡ്യൂക്കേഷൻ ഇത് ശരിയാവാത്തത് കൊണ്ട്. അച്ഛൻ നല്ല പേര് കേട്ട ഒരു CAക്കാരനായിരുന്നു, മകന് ആ ഒരു ലെവലിലേക്ക് ആകാൻ പറ്റിയില്ല. അതിന്റെ പ്രോബ്ലംസ് ഉണ്ടാകാം. പിന്നെ സിസ്റ്റർ കല്യാണം കഴിഞ്ഞു പോയപ്പോൾ ഫാമിലി മൊത്തം അങ്ങോട്ട് തകർന്നു പോയി. അച്ഛന്റെ അസുഖം, അമ്മയുടെ മറവി പ്രശ്നം എല്ലാം കൂടെ വന്നപ്പോഴേക്കും അവരുടെ ഫാമിലി പോയി. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും തന്നെ ഇല്ല. റിലേറ്റീവ്സ് വരെയും ഈ ഒരു മാരേജ് വന്നപ്പോൾ അങ്ങ് ഒഴിവായി. അങ്ങനെ അതാ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ
അവര് ഏതൊരു പ്രായത്തിലേക്ക് പോകുമ്പോഴും അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളുടെ അടുത്ത് അവർക്ക് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. മറിയ മോണ്ടിസോറി ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. അവിടെ കുട്ടികളിൽ ഓരോ കാര്യങ്ങൾ വരുന്നത്. ഈവൻ ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ആളുടെ കേസിൽ ആൾക്ക് അങ്ങനെ സിയുടെ പേപ്പർ കിട്ടിയില്ല. അവിടെ ആളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നല്ലൊരു ഹാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ആള് പോയില്ലായിരുന്നു. പിന്നെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആക്സെപ്റ്റൻസിന്റെ പ്രശ്നം. സിസ്റ്റർ എന്നുള്ള നിലയിൽ പുള്ളിക്കാരുടെ സ്ഥാനം അവിടെ ഇല്ലാണ്ടായി, ആ വീട്ടിലെ മെമ്പർ അല്ലാത്ത രീതിയിലായിട്ട്. അപ്പൊ നമ്മള് ഇങ്ങനത്തെ പല സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകണം. നമ്മളത് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളില് കുട്ടികളിൽ നമുക്കിപ്പോ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അവരുടെ ഇന്നർ ഡിസിപ്ലിൻ, അവരുടെ കോൺസെൻട്രേഷൻ, അവരെ കുറിച്ച് തന്നെയുള്ള ഒരു ബോധം, അവരെ കുറിച്ച് തന്നെയുള്ള ഒരു സെൽഫ് ഒരു കോൺഫിഡൻസ്, എനിക്ക് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവരിൽ ഉണ്ടാക്കുന്നതിനുള്ള, നമ്മൾ പറഞ്ഞുണ്ടാക്കലില്ല, അവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിച്ച് തന്നെ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആണ് മറിയ മോണ്ടിസോറിയുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ. ഇവരെ സംബന്ധിച്ച് ഈ കുഞ്ഞുങ്ങൾ സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആകണമെങ്കിൽ മോണ്ടിസോറി പറയുന്നത് നമ്മൾ ഇതുപോലൊരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്ത് ആ എൻവയോൺമെന്റിലൂടെ വേണം കുട്ടികളുടെ ഓരോ സ്റ്റേജസിൽ ഡെവലപ്മെന്റ് നടക്കാൻ. നിങ്ങൾ ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ് പഠിച്ചു, പല പല സ്റ്റേജസ്, അവരുടെ ലാംഗ്വേജ്, അവരുടെ സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, അങ്ങനെ പലതും നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പലതും പഠിച്ചു അല്ലെ. ഇതിനെ നമ്മൾ ഇതുപോലുള്ള എൻവയോൺമെന്റിലൂടെ വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ വരും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന നർച്ചറിങ് ആയിട്ടുള്ള, നറിഷിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ ഡെവലപ്മെന്റ് മുരടിച്ചു പോകും. നമ്മളൊരു ചെടി നടന്ന പോലെ തന്നെയാണ് ആ ചെടിക്ക് വേണ്ടുന്ന വെള്ളവും വളവും സൺലൈറ്റും കിട്ടിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ ചെടി മുരടിച്ചു പോകും. അത് കൊണ്ടാണ് മോണ്ടിസോറി ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്തത്. പല ക്രിട്ടിസൈസസ് വന്നു. മോണ്ടിസോറി ചെയ്ത പല കാര്യങ്ങളെ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തു. പക്ഷെ വിത്ത് പ്രൂഫ് മോണ്ടിസോറി അത് പ്രൂവ് ചെയ്ത് കാണിച്ചു. അതാണ് ഉണ്ടായത്. അതൊരു ലവിങ് ഏരിയ ആയിരിക്കണം. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ പറയാം. ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കണം, ലവിങ് ആയിരിക്കണം, നറിഷിങ് പ്ലേസ് ആയിരിക്കണം, ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരിക്കണം, കാണാനും ഭംഗി ഉണ്ടാവണം, റിയാലിറ്റി ഓറിയന്റഡ് ആയിരിക്കണം. അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും പാടില്ല, ലൈക്ക് പ്ലാസ്റ്റിക് അതുപോലത്തെ സാധനങ്ങളൊന്നും അവിടെ യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ചില സ്കൂളുകളിൽ നമ്മുടെ ട്രെയിനീസ് ഇതിന് പോയപ്പോ പറഞ്ഞിരുന്നു അവിടെ പ്ലാസ്റ്റിക് ടോയ്സ് ഒക്കെ അവര് വെച്ചിട്ടുണ്ടെന്ന്. ഒരു കോമ്പിനേഷൻ ഓഫ് ട്രഡീഷണൽ ആൻഡ് മോണ്ടിസോറി മെത്തേഡ്സ് ആണ് ഇതിനകത്ത് പല സ്കൂളുകളും ഉപയോഗിക്കുന്നത്. കുട്ടികളുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് സ്യൂട്ട് ആയിരിക്കണം ആ ഒരു എൻവയോൺമെന്റ്. അതൊരു നറിഷിങ് പ്ലേസ് ആയിരിക്കണം. കുട്ടികളുടെ റിക്വയർമെന്റ്സ് ഫോർ സെൽഫ് കോൺസെൻട്രേഷനിലുള്ള അതിന് വേണ്ടിയിട്ട് ഒരു നറിഷിങ് പ്ലേസ് ആയിരിക്കണം. കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നും പാടില്ല. ഞാനൊരു മോണ്ടിസോറി സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു. അവിടെ തന്നെ ഞാൻ വർക്ക് ചെയ്തു 1 വർഷം. ആ ഒരു ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്റെ മാം എന്നോട് പറഞ്ഞു, ജിഷ ഓൾറെഡി അവിടെ ചെയ്യുവാണല്ലോ, അപ്പൊ ഒരു കാര്യം ചെയ്യാമോ, നമ്മളുടെ കോഴ്സിന്റെ കൂടെ തന്നെ ഒരു മോണ്ടിസോറി സ്കൂള് വിസിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പം ബാക്കിയുള്ള കുട്ടികൾക്ക് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ സാറിനോട് ചോദിക്കാമെന്ന് ചോദിച്ചു. സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു അവർക്ക് വരാം, വെരി വെൽക്കം, പക്ഷേ ഡോണ്ട് ഡിസ്റ്റർബ് ദ ചിൽഡ്രൻ, കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യരുത്, അത് മാത്രമേ സാറ് പറയുന്ന കണ്ടീഷൻസ്. അതുകൊണ്ട് ഒരു വലിയ ഗ്രൂപ്പായി വരാതെ പല ഗ്രൂപ്പായിട്ട് വരാൻ പറഞ്ഞു. സാർ പറഞ്ഞതിൽ കാര്യം ഉണ്ടായിരുന്നു. പല ഗ്രൂപ്പായിട്ട്, അതായത് 3 പേരുടെ 4 പേരുടെ അങ്ങനെ ഗ്രൂപ്പായിട്ട് വന്നപ്പോ കുട്ടികൾ ശ്രദ്ധിക്കുന്നേയില്ല. അവർക്കതൊരു ക്രൗഡായിട്ട് ഫീൽ ചെയ്തില്ല. അവരവരുടെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്നു. അതേസമയം വലിയൊരു ക്രൗഡ് വരുമ്പോൾ ദാറ്റ് വിൽ ഡിസ്റ്റർബ് ദ കിഡ്സ്. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ കുട്ടികളുടെ സെൽഫ് കോൺസെൻട്രേഷന് പറ്റുന്ന രീതിയിലുള്ള റിക്വയർമെന്റ്സ് ഉള്ള ഒരു നറിഷിങ് പ്ലേസ് ആയിരിക്കണം മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അവരുടെ ഡെവലപ്മെന്റിന് തടസ്സമാവുന്ന എന്തും അവിടെ നിന്ന് മാറ്റണം. അതാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. All the barriers to the child's development should be taken away from the environment. അതെല്ലാം മാറ്റുന്നത്. അത് വെറും ഒബ്ജക്ട്സ് അല്ല ഉദ്ദേശിച്ചത്, ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പൊ സാറ് പറഞ്ഞത് എനിക്കിപ്പോ ഓർമ്മ വരുമോ, കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യരുത്. സാർ അത് മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ. അപ്പൊ ഇതിന്റെ ചില പോയിന്റ്സ് ഒക്കെ മറിയ മോണ്ടിസോറി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തത്, അവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. അത് പോയിന്റ്സ് ആയിട്ട്, ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് താഴെയുണ്ട്. അപ്പൊ ഈ താഴെയുള്ള ബുള്ളറ്റ് പോയിന്റ്സ് നോക്കൂ.
ത്രീ പോയിന്റ്സ് ആരെങ്കിലും വായിക്കാമോ? ഫസ്റ്റ് 3 പോയിന്റ്സ്. Next time, okay. It should be noted that though Montessori put this unusual emphasis on the environment, it is essential to note the following. She considered the environment as secondary to life itself. It can modify in that it can help or hinder, but it can never create. The origins of the development, both in the species and in the individual, lie within the child. Then does not grow as he happens to be put in a nourishing environment. He grows because the potential life within him develops, making itself visible. The environment should be carefully planned for the child by a knowledgeable and sensitive adult. The adult must be a participant in the child's living and growing within the designed environment. In the Montessori environment, the child must be helped in his development by the following methods. ഓക്കെ, നമ്മൾ പറയില്ലേ സ്കൂൾ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഹോമാണ്, ടീച്ചർ ഒരു സെക്കൻഡ് മദർ, ആ ഒരു രീതിയിലുള്ള ഒരു പ്ലേസ് ആയിരിക്കണം കുട്ടികൾക്ക് സ്കൂളെന്ന്. അതുപോലെ തന്നെയാണ് മോണ്ടിസോറി, മറിയ മോണ്ടിസോറി ആ എൻവയോൺമെന്റ് കൺസിഡർ ചെയ്തത് ഒരു സെക്കൻഡറി ആണ് കുട്ടികൾക്ക്, സെക്കൻഡറി ടു ലൈഫ് ഇറ്റ്സെൽഫ്. അത് വീട്ടിൽ അവരൊരു എൻവയോൺമെന്റിൽ കഴിയുന്നു, പിന്നീട് അവര് വരുന്നത് ഈ സ്കൂളിലേക്കാണ്. സോ അവിടെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു സെക്കൻഡ് ലൈഫ്, ഒരു സെക്കൻഡറി ലൈഫ് വരുന്ന ഒരു ഏരിയ ആണ് ഒരു എൻവയോൺമെന്റ്. അത് കുട്ടികളെ മോഡിഫൈ ചെയ്യണം, അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യണം അവരുടെ ഡെവലപ്മെന്റിൽ. അവർ ഹിൻഡർ, ബ്ലോക്ക് ചെയ്യരുത്, അവർക്ക് തടസ്സമാകുന്ന രീതിയിലാവരുത് ആ എൻവയോൺമെന്റ്. അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അവരെ തന്നെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. പിന്നെ ഹ്യൂമൻ ബേബീസ് മാത്രമല്ല, അനിമൽസിലും അങ്ങനെ ഓരോന്നിന്റെയും ഓറിജിൻ, അതിന്റെ ഡെവലപ്മെന്റ്, അത് അങ്ങനെ ഓരോ ഇൻഡിവിജ്വലിനുള്ളതും നമ്മൾ ആ ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ അങ്ങനെ അതിന് നമ്മൾ മനസ്സിലാക്കിയല്ലേ. ഓരോ ജീവികളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഹ്യൂമൻസ് ഇൻകേപ്പബിൾ ആയിരുന്നു ജനിച്ച് കുറേ നാളുകളിൽ, അവർ ഡിപ്പെൻഡന്റ് ആണ്. അവർ ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുന്നത് തന്നെ വളരെ കാലം കഴിഞ്ഞിട്ടാണ്. അനിമൽ ബേബീസ് അവരുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ പൊട്ടൻഷ്യൽ ഉണ്ട്. ആ കുട്ടികളിലുള്ള ആ പൊട്ടൻഷ്യലിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെയാണ് അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജിലൂടെ അവർ കടന്നു പോകുന്നത്. അത് ഇതുപോലുള്ള ഒരു നറിഷിങ് എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ഈ ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ നടക്കണമെന്നില്ല. വളർച്ച മുരടിക്കുന്നൊക്കെ പറയുന്ന പോലെ അവന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഓരോ കുഞ്ഞിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അവനെ അവിടെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു എൻവയോൺമെന്റിൽ. അത് നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. കുട്ടികളുടെ ആ കഴിവുകൾ ഒരു വിസിബിൾ രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ആ എൻവയോൺമെന്റ് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ പ്ലാൻ ചെയ്തിരിക്കണം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അത് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നല്ല നോളജും സെൻസിറ്റീവുമായിട്ടുള്ള ഒരു അഡൽട്ട് തന്നെയായിരിക്കണം. അതാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. നല്ലപോലെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന, ആ ഒരു എൻവയോൺമെന്റിനെ കുറിച്ചും അറിയണം, കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് അറിയാമെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിവുള്ള ഒരാളായിരിക്കണം ഈ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യാൻ. നമ്മളൊക്കെ ഇപ്പൊ സ്കൂളൊക്കെ തുടങ്ങാനൊക്കെ ആയിട്ട് പോകുന്നവര് ഇതിനെപ്പറ്റി നല്ലപോലെ മനസ്സിലാക്കി എന്തൊക്കെ ആ ഒരു എൻവയോൺമെന്റിൽ ചെയ്യണം എന്ന് അതിന് ശേഷം വേണം അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ. അഡൾട്ട് എന്ന് പറയുന്നത് കുട്ടികളുടെ കാര്യങ്ങളിൽ, കുട്ടികൾ ഈ എൻവയോൺമെന്റിൽ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുവാണല്ലോ. അഡൾട്ട് അതിന്റെ ഒരു പാർട്ടിസിപ്പന്റ്, ഒരു ഭാഗമാകാനേ പാടുള്ളൂ. ഡോമിനന്റ് ആകരുത് അഡൾട്ട്. അത് ഇത് ചെയ്യാന്നുള്ള ഇൻസ്ട്രക്ഷൻസും കണ്ടീഷൻസും വയ്ക്കുമല്ല അഡൾട്ട് ചെയ്ത്. അഡൾട്ട് അവിടെ ഒരു പാസീവ് ആയിട്ടിരിക്കണം. അവിടെ ആക്റ്റീവ് ആയിട്ടിരിക്കേണ്ടത് കുഞ്ഞുങ്ങളാണ് അവിടെ ആക്റ്റീവ്. അവരൊരു പാർട്ടിസിപ്പന്റ് ആയിരിക്കണം കുട്ടികളുടെ ലിവിങ്, അതുപോലെ തന്നെ ഗ്രോയിങ് വിത്തിൻ ദി ഡിസൈൻഡ് എൻവയോൺമെന്റ്. ആ ഒരു എൻവയോൺമെന്റ് അഡൾട്ടിന്റെ റോള് വളരെ കുറവാണ്. അഡൾട്ട് അവിടെ ഒരു പാർട്ടിസിപ്പന്റ്, ജസ്റ്റ് സൈലന്റ് ആയിട്ട് നിന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുന്നിലേക്ക് വരുന്ന രീതിയിൽ. അഡൾട്ട്സ് മാത്രമല്ല അവിടുത്തെ ഫെസിലിറ്റേറ്റർ. അങ്ങനെ പല രീതിയിൽ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് ആ ഒരു ഡെവലപ്മെന്റ് അതെങ്ങനെയാണ് ഹെൽപ്ഫുൾ ആകുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ അത് നമുക്കൊരു 5 പോയിന്റ്സ് ആയിട്ടുണ്ട്. ഫസ്റ്റ് 2 പോയിന്റ്സ് ആരെങ്കിലും വായിക്കാമോ? Okay.
In the Montessori environment, the child must be helped in his development by the following methods. He must be aided towards freedom through his environment. He should be given activities that prompt independence. He should not be helped by others in acts he can perform for himself. He should be taught self help skills like buttoning, sipping, putting on shoes, and other activities that aid him towards freedom. Okay? Okay. Or full will read. No, Sharon. Okay, we will discuss this. നിങ്ങൾക്ക് അശ്വതി മിസ് ക്ലാസ് എടുക്കുന്നില്ലേ? And, അശ്വതി മിസ് ഇതിനകത്ത് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് അല്ലേ, ഹി ഷുഡ് ബി ടോട്ട് സെൽഫ് ഹെൽപ്പ് സ്കിൽസ് ലൈക്ക് ബട്ടണിങ്, സിപ്പിംഗ്, പുട്ടിംഗ് ഓൺ ഷൂസ്. ഇത് നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലുള്ള ഒരു മോണ്ടിസോറി മെറ്റീരിയൽ ആണ്. ഇത് നമ്മളുടെ പല ആണോ അപർണ മിസ് ആണോ പറഞ്ഞത്? നിങ്ങൾ ഉണ്ടാക്കിയോ അത്? ഉണ്ടാക്കി മിസ്സേ. ഓക്കെ, നോ പ്രോബ്ലം. കൂടുതൽ അതിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് അപ്പൊ ചിലരിങ്ങനെ പറയണ്ടായിരുന്നു, ഈ എടുത്ത ബട്ടൺ ഇത്തിരി ചെറുതും ആ ബട്ടൺ ഹോൾ ഇച്ചിരി ചെറുതുമായപ്പോ അതങ്ങ് ടൈറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. കുട്ടികൾക്ക് അത് ഊരാനും ഇടാനും ഒക്കെ ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ കുഞ്ഞു വിരലുകളല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുവാണ് ഈ ഒരു ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ. ഷൂസ് തന്നെ ഇടാൻ പഠിക്കുന്നു, ഷർട്ട് ഇടാൻ പഠിക്കുന്നു, സിപ്പ് ചെയ്യാൻ, ബാഗിന് സിപ്പ് ഉണ്ടെങ്കിൽ അതും, പിന്നെ ബാഗിന്റെ ഒരു ബക്കിൾ ടൈപ്പ് ക്ലോസ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അതെല്ലാം തന്നു. 8-9 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട് മിസ്. ഓക്കെ, വെരി ഗുഡ്. എന്റെ പണി കുറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെ ഫ്രീഡം വേണം കുട്ടികൾക്ക് അല്ലേ? ഷൂ ഇടാൻ പോകുമ്പോ വേണ്ട, ഞാൻ അതിന്റെ ഫ്രെയിമിനെ കുറിച്ച് ഒരു ഡൗട്ട് ഉണ്ട്. ഫ്രെയിം എങ്ങനെ വേണമെന്നുള്ളത്. ഫ്രെയിം ശരിക്കും വുഡൻ ഫ്രെയിം ആണ്, പക്ഷെ നിങ്ങൾ അത് വാങ്ങിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി കോസ്റ്റ് ആയിരിക്കും. അപ്പൊ അതിലും ഞാൻ ഒരു കുട്ടികളോട് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കാർഡ്ബോർഡ് ഉണ്ടാവുമല്ലോ, A4 സൈസിലൊക്കെയുള്ള കാർഡ്ബോർഡിൽ ഒട്ടിക്കുക. ഷർട്ടിന്റെ ബട്ടണിങ് ആ ഒരു ഇതാണെങ്കിൽ 2 സൈഡിൽ മാത്രം ഒട്ടിക്കുക, ഫുൾ ഒട്ടിക്കരുത്. കാരണം നമുക്ക് ആ ബട്ടൺ വരുന്ന ഭാഗം ഇത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കുമല്ലോ, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റണം. ഒട്ടിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. സൈഡിൽ മാത്രം ഒട്ടിച്ച് ബാക്കിലേക്ക് അതങ്ങ് കവർ ചെയ്ത് നീറ്റ് ആക്കി വെക്കുക. ഇറ്റ് വിൽ ബി, അത് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. അതേസമയം ഫ്രെയിം ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്യാനോ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോ വീട്ടിലിങ്ങനെ കാർപ്പൻട്രി വർക്കൊക്കെ ഉള്ള കുട്ടികൾ പക്ഷെ ഫ്രെയിം ഒക്കെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും അടുത്തുണ്ട്, കാരണം അവർക്ക് ചിലപ്പോ വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് പോകുന്ന കുറെ വുഡൻ പീസസ് ഉണ്ടാകും. ചെയ്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ they will do. അതേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു മെത്തേഡ് നോക്കാം. കാർഡ്ബോർഡിൽ നല്ല നീറ്റ് ആയിട്ട് സൈഡ് മാത്രം ഒട്ടിച്ച് ബാക്കിലേക്ക് ഒട്ടിച്ച് കവർ ചെയ്യുക. എന്നിട്ട് ആ ബട്ടൺ വരുന്ന ഭാഗം ഇങ്ങനെ റിമൂവ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അങ്ങോട്ടൊന്നും പക്ഷേ ആവരുതെന്നേ ഉള്ളൂ. ഫ്രീഡം കൊടുക്കണം അല്ലെ കുട്ടികളോട്. അവർ ഷർട്ട് ഇടാൻ പോകുമ്പോ ഇത് തരും, ഞാൻ ഇട്ട് തരാം, അങ്ങനെയല്ല. അവരിടുമ്പോ കണ്ടിട്ടില്ലേ, ചെറിയ കുട്ടികളൊക്കെ ഷർട്ട് ഇടുമ്പോ മുകളിലത്തെ ഇതിനകത്ത് താഴത്തേക്ക് ഇടും, അങ്ങനെ ഇങ്ങനെ ആകും. ഒരു ഫുൾ ഇടട്ടെ, ഇട്ട് കഴിയുമ്പോൾ നോക്കാൻ പറയണം. നോക്കുമ്പോ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അവര് എല്ലാം കംപ്ലീറ്റ് ഊരിയിട്ട് അവര് പിന്നെ ഇട്ടോളൂ, സമയം എടുത്തോട്ടെ. കൺട്രോൾ ഓഫ് എറർ തന്നെത്താനെയാണ്. അല്ലെ എന്ത് നീ ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുമ്പോഴേക്കും അവരുടെ ഉള്ളിൽ അവരുടെ ആ സെൽഫ് ബിലീവ് ഇൻ സെൽഫ് അത് പോകും. ഓക്കെ, ഇപ്പം അതുപോലെ ഷൂ ഇടാൻ വേണ്ട, ഞാൻ ഇട്ട് തരാം, നീ ചെയ്താൽ ശരിയാവില്ല എന്നൊരു കമന്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുമ്പോഴേക്കും അതോടുകൂടി ഡൗൺ ആവും ബിലീവ്. ചില കുട്ടികൾ ചിലപ്പോൾ ഒഫൻഡ് ചെയ്യും, വേണ്ട ഞാൻ ഇട്ടോളാം, അവരങ്ങ് ഒഫൻഡ് ചെയ്യും. അങ്ങനെ ഇതുപോലെ ആക്ടിവിറ്റീസ്ക്ക് അവർക്ക് ഫ്രീഡം വേണം, അവർ ഇൻഡിപെൻഡൻസ് അതും വേണം. ഹി ഷുഡ് നോട്ട് ബി ഹെൽപ്ഡ് ബൈ അതേഴ്സ്. ആരും ഹെൽപ്പ് ചെയ്യരുതെന്ന് തന്നെയാണ്. ഇൻ ആക്ട്സ് ഹി ക്യാൻ പെർഫോം ഫോർ ഹിം. അവന് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ചില സമയത്ത് അവരുടെ ഒരു ജസ്റ്റർ, അവരുടെ ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ അവർ നമ്മൾ വിളിക്കുക എനിക്കിത് ചെയ്തു തരാമോ എന്ന് പറയുമ്പോൾ then we can intervene. ആ സമയത്ത് നമുക്ക് ഇടപെടാം. അവ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ നീ ഇത് നോക്കിക്ക്, ഇതിങ്ങനെ ഒരെണ്ണം ചെറിയൊരു പോർഷൻ ആയിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും പിന്നെ അവര് ഇനി ഞാൻ തന്നെ ചെയ്തോളാം എന്ന് ചില കുട്ടികൾ പറയും. നമുക്ക് പറയും ഇനി ഒന്ന് ചെയ്ത് നോക്കിക്കേ, അല്ലാതെ അവര് ചെയ്തത് മിസ്റ്റേക്ക് ആണ്, നിന്നെ കൊണ്ട് കൊള്ളില്ല, നിന്നെ കൊണ്ട് പറ്റാത്ത പണിക്ക് എന്താ പോണേ, ഇതുപോലുള്ള കമന്റ്സ് വേണ്ട. കാരണം അത് അവര് ഭയങ്കരമായിട്ട് തോന്നാം. ഓക്കെ, നെക്സ്റ്റ് 3 points ആരാ റീഡ് ചെയ്യാൻ?
ഒട്ടുമിക്ക അമ്മമാരും പക്ഷെ അങ്ങനെയൊന്നും ചെയ്യില്ല. എല്ലാവരും നമ്മുടെ കുട്ടികളെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ആരും മോണ്ടിസോറി മെത്തേഡ് അറിഞ്ഞിട്ടില്ല, ബട്ട് ഓൾ നോ ദാറ്റ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. വി ഹാവ് ടു ഡു ലൈക്ക് ദിസ്. നമ്മളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ കമന്റും അവരെ ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാകുന്ന സെൻസ് ഉള്ളവർ തന്നെയാണ് പാരന്റ്സ് ഇപ്പോൾ. ഓക്കെ, നെക്സ്റ്റ് 3 points. നിങ്ങൾ സർവേ ചെയ്തോ? സർവേയുടെ ഡീറ്റെയിൽസ് തന്നിരുന്നോ? ചെയ്തു മിസ്സേ. ഓക്കെ, എന്താ എക്സ്പീരിയൻസ്? ഇതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാം. എന്താ ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ? പല പാരന്റ്സും കിട്ടിയില്ല, ഡേറ്റാസ് ഒന്നും കിട്ടിയില്ലേ? ഓക്കെ, നോ പ്രോബ്ലം. നെക്സ്റ്റ് 3 points. Yes, please. All materials and furniture should be of the exact size for children. This will give children the power over the materials. The furniture should be of the child's height. As everything suits the child, he feels secure and loved. The child must be helped in developing discipline by giving him chances for constructive work. The child must be helped in developing a clear understanding of good and evil. The first. നമ്മൾ പറഞ്ഞു കുട്ടിക്ക് കിട്ടേണ്ട ഫ്രീഡത്തിന്റെ പറഞ്ഞു, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, അവർ തന്നെ ചെയ്യട്ടെ, ഡോണ്ട് ഹെൽപ് ദം, അങ്ങനെയുള്ള രീതി അവർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഹെൽപ്പിന്റെ ആവശ്യമില്ല, അങ്ങനെയെല്ലാം പറഞ്ഞു അല്ലെ. പിന്നെ ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിലുള്ള മെറ്റീരിയൽസും ഫർണിച്ചറും എല്ലാം തന്നെ ചൈൽഡ് സൈസ് ആയിരിക്കണം, കുട്ടിക്ക് എത്തുന്ന രീതിയിലായിരിക്കണം ഷെൽഫുകൾ. കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയർ, ഡെസ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അവർക്ക് അങ്ങനെ വരുമ്പോ അതേസമയം അവനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത, അവനെ കൊണ്ട് എടുത്ത് പൊക്കാൻ പറ്റുന്ന രീതിയിലാവുമ്പോ അവരതിന് പിന്നെ ട്രൈ ചെയ്യില്ല. ഇത് അവർക്ക് പറ്റുന്നതാണെങ്കിൽ, ഇപ്പൊ എനിക്കൊരു 10 kg ബാഗ് റൈസ് എടുക്കാൻ പറ്റും. സോ ഞാൻ കോൺഫിഡന്റ് ആണല്ലേ, യെസ് എനിക്കത് കൊണ്ടുപോകാൻ പറ്റും. കുറച്ച് ദൂരം ഒരു 10 മിനിറ്റോളം അതെനിക്ക് ചുമക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. അപ്പൊ എനിക്ക് ആ ഒരു എന്റെ പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആ ജോലി ചെയ്യാനായിട്ട്. അതുപോലെ തന്നെയാണ് അവരുടെ കാര്യം. അപ്പൊ പവർ ഓവർ ദ മെറ്റീരിയൽസ്, അതിനെ കൺട്രോൾ ചെയ്യാൻ ആ ബാഗ് എനിക്ക് കയ്യിൽ പിടിക്കാൻ പറ്റും. സോ ഐ ക്യാൻ കൺട്രോൾ ദാറ്റ് ബാഗ്. അതെന്റെ കയ്യിൽ നിന്ന് പോകില്ല, നാശാവില്ല എന്നൊരു ഉറപ്പെനിക്കുണ്ട്. അതുപോലെ തന്നെയാണ് കുട്ടികൾ. അവരുടെ സൈസിലുള്ള കാര്യങ്ങളാകുമ്പോൾ ദേ ക്യാൻ കൺട്രോൾ, അവരുടെ ആ സെൽഫ് കൺട്രോൾ വരും. ആ മെറ്റീരിയൽ കയ്യിലെടുത്തോണ്ട് പോകുമ്പോൾ അവർക്കറിയാം താഴെ വീഴാതെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു പവർ കിട്ടും. കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചായിരിക്കും ഫർണിച്ചർ. കുറേ മുകളിലൊക്കെയുള്ള സാധനങ്ങൾ അവർക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. സോ അതിനനുസരിച്ച് എല്ലാം ചെറിയ സൈസ് ആയിരിക്കും, എല്ലാം ഓപ്പണും ആയിരിക്കും കേട്ടോ. അത് നമ്മൾക്ക് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ടോന്ന് അറിയില്ല, ഏത് ചാപ്റ്റർ ആണോ എനിക്ക് ഓർമ്മയില്ല. ക്ലോസ്ഡ് ആയിരുന്നു നേരത്തെ ഷെൽഫ്, ബട്ട് ഒരു ചെറിയൊരു ഇൻസിഡന്റ് അവിടെ സംഭവിച്ചപ്പോഴാണ് ആ ഷെൽഫ് മുഴുവനും ഓപ്പൺ ആക്കിയത്. അത് പറഞ്ഞിരുന്നോ? അതേപോലെ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത പോലെ ആയിരുന്നില്ല പിന്നീട്. ആ ഫസ്റ്റ് സ്കൂളിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തി. അത് നടന്നത് ആ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റില് കാൻകിഡ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റേറ്റർ ഉണ്ടായിരുന്നു. അതല്ലേ, അപ്പൊ അങ്ങനെ ആ ഷെൽഫ് ക്ലോസ്ഡ് ആയിരുന്ന ഷെൽഫും അത് മാത്രമല്ല അവർ എടുത്തു കൊടുക്കുമായിരുന്നു ഓരോ മെറ്റീരിയൽസ്. അത് ഓപ്പൺ ആക്കി കുട്ടികൾ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ളത് പോയി എടുക്കാൻ തുടങ്ങി. ചിലർക്ക് ലാംഗ്വേജ് ആയിരിക്കും താല്പര്യം, ചിലർക്ക് പ്രാക്ടിക്കൽ ലൈഫിലുള്ളതായിരിക്കും. ബട്ടണിങ് ഫ്രെയിം അത് ചെയ്യാനായിരിക്കും ചില കുട്ടികൾക്ക് താല്പര്യം, ചിലർക്ക് മാത്തമാറ്റിക്കൽ ഏരിയയിലുള്ളതായിരിക്കും താല്പര്യം. അങ്ങനെ അങ്ങനെ ഓരോന്നും അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവര് പോയി എടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ എല്ലാം ചൈൽഡ് സൈസ്, ചൈൽഡ് ഫ്രണ്ട്ലി ഒക്കെ തന്നെയായിരിക്കും. അവർക്ക് ആ ഒരു സെക്യൂർ ഫീലിംഗ്, ഇഷ്ടവും തോന്നും ആ ഒരു എൻവയോൺമെന്റിനോട്. അപ്പൊ ഓരോ വർക്കും ചെയ്യാനുള്ള ചാൻസസ് അവന് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ അവിടെ നടക്കും. പിന്നെ ഗുഡ് ആൻഡ് ഈവിൾ, അതിന്റെ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് നടക്കുവാണ്. ഗുഡ് ആൻഡ് ഈവിൾ എന്ന് നല്ലത് ഏതാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടത്, റൈറ്റ് വേ ഏതാണ്, തെറ്റായി പോകുന്ന രീതി എന്നുള്ളത് തന്നെ മനസ്സിലാകും. കാരണം ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ അവന് തന്നെ പറ്റും. ആ ഒരു രീതിയിലാണ് ഓരോ മെറ്റീരിയൽസും മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഗുഡ് ആൻഡ് ഈവിൾ എന്നുള്ളത് അത് മനസ്സിലാവുന്നു. പിന്നെ പല രീതിയിൽ ക്ലാസ് റൂം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽസും അതുപോലെ തന്നെ കുട്ടികൾക്ക് അവിടെ കൂടെയുള്ള ഫെസിലിറ്റേറ്റേഴ്സ്, അസിസ്റ്റന്റ്, ഡയറക്ടേഴ്സ്, നമ്മൾ പ്രിൻസിപ്പൾ എന്നൊക്കെ പറയുന്നതിനേക്കാളും മോണ്ടിസോറി മെത്തേഡിൽ ആ സ്കൂളുകളിലെ ഡയറക്ടേഴ്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കൂടുതൽ ലേഡീസ് ആണ് മോസ്റ്റ് പ്രോബ്ലി. ഞാൻ പോയെടുത്ത് സാർ ആയിരുന്നു, ഡയറക്ടർ ആയിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. സാറിന്റെ വൈഫ് ചൈനക്കാരിയായിരുന്നു, പുള്ളിക്കാരി സിംഗപ്പൂരാണ്. കുട്ടികളുമായിട്ട് സെറ്റ് ചെയ്തിരിക്കും, വല്ലപ്പോഴേ വരുള്ളൂ. സാറാണ് അതിന്റെ ഫുൾ നോക്കുന്നത്. പക്ഷെ വളരെ ക്ഷമയുള്ള ഒരു മനുഷ്യൻ, ഡൗൺ ടു എർത്ത്. അങ്ങനെ ഒരു പ്രൊഫസറാണ്, ഫോറിൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ്. സാറിന്റെ വൈഫാണ് കംപ്ലീറ്റ് ആ മോണ്ടിസോറി എൻവയോൺമെന്റ് മോണ്ടിസോറി മെത്തേഡിൽ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വന്നത്. ഇനി നമ്മൾ കൂടുതലായിട്ട് ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അത് അവിടെ എങ്ങനെയാണ് രീതികള്, അവിടുത്തെ കൺസെപ്റ്റ് എന്താണ്, ഫ്രീഡം. നമ്മൾ ആദ്യം പറഞ്ഞു, കുട്ടിക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ആ ഒരു ഇൻഡിപെൻഡൻസ് കുട്ടിക്ക് കിട്ടണം, ആ ഫ്രീഡം. പിന്നെ സ്ട്രക്ചർ ആൻഡ് ഓർഡർ. ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അതിന്റെ ഒരു ഓർഡർ, ഒരു സ്ട്രക്ചർ. ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ വീട്ടില് ഷെൽഫില് ഓരോ കാര്യങ്ങൾ, ഇപ്പൊ ഡ്രസ്സ് വെക്കുന്ന വാർഡ്രോബ് ആണെന്ന് വിചാരിക്കാം, നമുക്ക് ബെഡ്ഷീറ്റ് വെക്കാൻ ഒരു സ്ഥലം, സാരീസ് അല്ലെങ്കിൽ ഷർട്ട്, അങ്ങനെ ഇങ്ങനെ ഓരോന്ന് വെക്കാനായിട്ട് ഓരോ സ്ഥലങ്ങളിൽ നമുക്കൊരു ഓർഡർ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അവർക്കും ഒരു സ്ട്രക്ചറും ഓർഡറും അവരിലും വരും. അതാണ് പിന്നെ അവർ അഡൾട്ട് ആകുമ്പോൾ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നത്. പിന്നെ റിയാലിറ്റി ആൻഡ് നേച്ചർ. അവിടെ റിയാലിറ്റി ഓറിയന്റഡ് ആയിട്ടാണ് ആ എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനകത്തുള്ള ഓരോ മെറ്റീരിയലും റിയൽ മെറ്റീരിയൽസ് കൊണ്ടുള്ളതാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതൊന്നുമില്ല. വുഡൻ, ഗ്ലാസ്, അങ്ങനെ. പിന്നെ ഗാർഡൻ ഉണ്ടാകും, പെറ്റ്സ് ഉണ്ടാകും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. പിന്നെ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ ഇപ്പൊ പറഞ്ഞ ഗാർഡൻ, പെറ്റ്സ്, അങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അത് ചുമ്മാ അങ്ങനെ അലവലാതിയായിട്ട് കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ അങ്ങനത്തെ ഒന്നും ആകില്ല. വളരെ ബ്യൂട്ടി അറ്റ്മോസ്ഫിയർ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. പിന്നെ മോണ്ടിസോറി മെറ്റീരിയൽ, അവിടെയുള്ള കുട്ടികൾ ഓരോ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മോണ്ടിസോറി മെറ്റീരിയലുകളുണ്ട്. അങ്ങനെ ഇവർ ആ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലൂടെ അവർ ഓരോ ആക്ടിവിറ്റി ചെയ്ത് പോകുമ്പോൾ പിന്നീട് അവർ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ്, ഒരു സൊസൈറ്റിയിലാണ് അല്ലെ. ആ ഒരു ലൈഫിന്റെ ഡെവലപ്മെന്റ് അവർക്ക് അവിടെ മോൾഡ് ചെയ്ത് വരുവാണ്. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി, കാരണം പല മിക്സഡ് ഏജ് ഗ്രൂപ്പിലുള്ളതാണ്. മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഏജ് സ്പാൻ എത്രയാണ്? ഏജ് സ്പാൻ 3 to 6. Yes, 3 to 6. 3 years ഏജ് സ്പാൻ ആണല്ലേ. 3, 4, 5, 6. അതായത് 3 to 4, 4 to 5, 5 to 6. അങ്ങനെ 3 ഇയർ ഏജ്, 3 to 6, 3 ഇയർ ഏജ് സ്പാനിലുള്ള കുട്ടികളായിരിക്കും ആ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് ഉള്ളത്. അപ്പം ഇവരെക്കാളും എൽഡേഴ്സ്, കൊച്ചു കുട്ടികളാണെങ്കിൽ അവർ എൽഡേഴ്സുമായിട്ട് കാര്യങ്ങൾ കണക്റ്റഡ് ആവുന്നു. വലിയ കുട്ടികൾ കുഞ്ഞു കുട്ടികളുമായിട്ട് കണക്റ്റഡ് ആവുന്നു. അങ്ങനെയുള്ള ഒരു ഏജ് ഗ്രൂപ്പ് ആകുമ്പോൾ പിൽക്കാലത്ത് അവർ വലുതായി ഒരു സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ അവർക്ക് വളരെ ഈസി ആയിരിക്കും. മറിയ മോണ്ടിസോറി എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു കൊച്ചു യൂണിവേഴ്സ് പോലെയാണ്, മിനിയേച്ചർ വേർഷൻ ഓഫ് ദ യൂണിവേഴ്സ്. പുറത്തുള്ള വലിയ ലോകത്തിന്റെ ഒരു ചെറിയ വേർഷനാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ഒട്ടും അപരിചിതത്വം ഇല്ല, അവരെല്ലാമായിട്ട് പരിചയപ്പെടുവാണ്. എല്ലാ സാധനങ്ങളായിട്ട്, തീയാണെങ്കിലും ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും എല്ലാമായിട്ട് അവർ പരിചയപ്പെടും. സോ അവർക്ക് പുറത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് പേടി, അതിന് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഫിയർ ഒന്നുമില്ല. അവർക്ക് പറ്റും സ്റ്റൗ കത്തിക്കാൻ, ചായ വെക്കാൻ, കുക്കീസ് ഓവനിൽ ഉണ്ടാക്കാൻ, അങ്ങനെയൊക്കെ പഠിക്കുന്നില്ല. ലെമണേഡ്, വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ലൈം ജ്യൂസ് ഉണ്ടാക്കും, അങ്ങനെ എന്തും അവർ ചെയ്യും. ആ ലെമണേഡ് ഉണ്ടാക്കാൻ എല്ലാം അവർ ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്നുള്ള സെഷനിലാണ് അതൊക്കെ വരുന്നത് കേട്ടോ. അതെല്ലാം അവർ പഠിക്കും. പിന്നീട് ഒരു കമ്മ്യൂണിറ്റി ലൈഫിന്റെ ഡെവലപ്മെന്റ് അവർക്കപ്പോൾ ഇവിടന്നേ തുടങ്ങുവാണ്. ഈ ഒരു പ്രായത്തില് 3 to 6 ഇയേഴ്സിൽ തന്നെ ആ കമ്മ്യൂണിറ്റി ലൈഫിന്റെ ഡെവലപ്മെന്റ് വരും. നിങ്ങളോട് പറഞ്ഞറിയില്ല, കഴിഞ്ഞ സൺഡേ ഞാനൊരു വെഡിങ് റിസപ്ഷന് പോയപ്പോ ഭക്ഷണം കഴിഞ്ഞ് നമ്മുടെ പ്ലേറ്റിൽ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അവിടെ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ ആ ഗാർബേജ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും. ഈ വേസ്റ്റ് ആ ബാസ്ക്കറ്റിലേക്ക് ഇടണം. ഈ ബാസ്ക്കറ്റ് ഏകദേശം ഈ ഒരു ഹൈറ്റ് വരും. അതായത് എനിക്കൊക്കെ ഈസി ആയിട്ട് ഇടാൻ പറ്റും. ഇപ്പൊ 2 ബോയ്സ് ഇട്ടോ, ഒരാൾ ഇച്ചിരി ഷോർട്ടാണ്, ഒരാൾ അതിനേക്കാൾ ഇച്ചിരി വലുതാ. അവരിങ്ങനെ എങ്ങനെ നിന്ന് അവരുടെ ട്യൂസിൽ നിന്നിട്ടാണ്
ഈ പ്ലേറ്റിൽ നിന്ന് വേസ്റ്റ് വളരെ നീറ്റായിട്ട് പ്ലേറ്റിൽ വേസ്റ്റ് ഒന്നും വെക്കാതെ അതിലിട്ടു. ഇട്ടിട്ട് ഒരു ടേബിളില് ഈ പ്ലേറ്റ് വെക്കാനുള്ള ഒരു ബ്ലൂ കളർ ഒരു ട്രേ പോലെ വെക്കുമല്ലോ, അതിങ്ങനെ ചരിച്ചു വെച്ചിരിക്കുക. പ്ലേറ്റ് അതിലേക്ക് വെച്ചാൽ മതി. അവർക്ക് അത്രയും അവരുടെ കൈ എത്തില്ല, കൈയുടെ നീളം കുറവാണല്ലോ കൈ. അതും ഇതുപോലെ ടൂസ്റ്റിൽ നിന്ന് എങ്ങനെ നിന്ന് വെച്ചു. ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുക, വേണമെങ്കിൽ എനിക്ക് വാങ്ങിച്ചത് വെക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ മോണ്ടിസോറി മെത്തേഡാണല്ലോ, തന്നെ വെക്കുമെന്ന് നോക്കട്ടെ എന്ന് ഞാനിങ്ങനെ നോക്കി. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കൈ കഴുകാനായിട്ട് പോയി. ഞാൻ ഇവരുടെ പുറകെ പോവാട്ടോ, എന്റെ ഉദ്ദേശം ഇവരെ വാച്ച് ചെയ്യാന്നുള്ളതാ. രണ്ടുപേരും കൈ കഴുകാനായിട്ട് പോയി. അവിടെ സോപ്പ് ലോഷൻ ലിക്വിഡ് ഇരിക്കുന്നുണ്ടായിരുന്നു ബോട്ടിലില്. അത് വളരെ നീറ്റായിട്ട് ആവശ്യത്തിന് മാത്രം എടുത്ത് നല്ലപോലെ കൈ വാഷ് ചെയ്തു. കഴിഞ്ഞ മിടുക്കന്മാരാട്ടോ എന്ന് പറഞ്ഞപ്പോ അവര് ചിരിക്കുന്നു. അപ്പം അവര് ചെയ്തത് കറക്റ്റ്, നല്ല വെയിലാണ് ആ കുട്ടികൾ അത്രയും ആക്ടിവിറ്റീസ് ചെയ്തത്. അവര് മാക്സിമം അവരെ കൊണ്ട്, അവരുടെ കൂടെ വലിയവരാരും ഇല്ല കേട്ടോ. ഇവര് രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. അവരുടെ പാരന്റ്സ് അത്രയും കോൺഫിഡന്റ് ആണ് അവരെ പറ്റി. കുട്ടികൾക്കും ആ ഒരു ബിലീഫ് ഉണ്ട് അബൌട്ട് അവർസെൽസ്. അതൊക്കെ ഇപ്പൊ മിക്ക സ്കൂളുകളിലും ഈ ഒരു രീതി, എല്ലാ കുട്ടികളും ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാനൊരു കാഴ്ച കണ്ടു. നമുക്കിത് അറിയാവുന്നതുകൊണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഓരോ കൺസെപ്റ്റും, ആ എൻവയോൺമെന്റിലെ ഓരോ കൺസെപ്റ്റ് വരുന്ന ഫ്രീഡം എല്ലാം നമുക്ക് ഓരോന്നായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറേ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാനാ കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത്, ബട്ട് യു പീപ്പിൾ ക്യാൻ റിലേറ്റ് കുറേ ചെയ്യാനായിട്ട് പറ്റും. കുട്ടികളൊക്കെ അടുത്തില്ലേ, കഴിഞ്ഞ ദിവസം വൈവ് ചെയ്തപ്പോ ഒരു രസം എന്താ വെച്ചാല്, ഞാനിങ്ങനെ എന്താ പറയാ, PG ക്ലാസ്സില് ചില സമയത്ത് ഈ മോണ്ടിസോറി മെത്തേഡിന്റെ കാര്യങ്ങളൊക്കെ വരും. PG ഫസ്റ്റ് ബാച്ചിലെ ഒരാള് PG ക്ലാസ്സിലുണ്ട്. എന്തോ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കുട്ടികൾ ഇങ്ങനെ ഗ്ലാസ്സിൽ വെള്ളം എടുക്കുമ്പോൾ അത് സ്പിൽ ഔട്ട് ആയിട്ട് പുറത്തേക്ക് വീഴുമ്പോൾ ചില പാരന്റ്സ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, എന്ത് പണിയാണ് നീ കാണിച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷൗട്ട് ചെയ്ത്. വൈവേഗിൽ എന്നോട് ഷെയർ ചെയ്യണതാണ് ഇങ്ങനെ ഷൗട്ട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. 5 മക്കളുള്ളൊരു മദറാണ് കേട്ടോ. അപ്പം അതിങ്ങനെ പറഞ്ഞപ്പോ, ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ അടുത്തുണ്ടല്ലോ. അപ്പൊ 11 years ഉള്ള ഒരു കുട്ടിയുണ്ട്. മൂത്ത കുട്ടിയൊക്കെ ഡിഗ്രി പ്രായമുണ്ട്, ഏറ്റവും ഇളയത് അതിങ്ങനെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പൊ ഇങ്ങനെ ഷൗട്ട് ചെയ്തത് ദാറ്റ് വിൽ അഫക്ട് ദെയർ സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ വൈവിക്ക് വന്നപ്പോ എന്നോട് പറയാം, മാം അത് പറഞ്ഞതിന് 2 ദിവസം മുമ്പ് ഒരു ഗ്ലാസ് പാല് അവളുടെ കയ്യിൽ ഇങ്ങനെ താഴെ വീണ്, അതായത് മോളിൽ നിന്നും സ്റ്റെപ്പിലൂടെ ഇങ്ങനെ താഴേക്ക് ഗ്ലാസ് താഴേക്ക് മറിഞ്ഞു വീണു. അതിന് ഞാൻ ഭയങ്കര വഴക്ക് പറഞ്ഞു. അടുത്തിരുന്ന കുഞ്ഞ്, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന കുഞ്ഞ് ചോദിക്കുക, ഇതൊക്കെ പഠിച്ചിട്ടാണല്ലോ എന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് ഇങ്ങനെ കുട്ടി ചോദിക്കുവാന്ന് ഇങ്ങനെ പറയുമായിരുന്നു. മക്കള് കൂടെ ഉള്ളത് കാരണം ഞാനിങ്ങനെ അത് ഷെയർ ചെയ്തതാ. അപ്പൊ അങ്ങനെ ചോദിച്ചു. അപ്പൊ പറയാ, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം 5 മക്കളല്ലേ. ക്ലാസ് എടുത്തപ്പം ഓരോ കുട്ടിയും ഓരോ ഏജ് കാലഘട്ടങ്ങളിലാണല്ലോ. ആള് പറയാ 5 മക്കളുള്ളത് കാരണം ഓരോരുത്തരും ഓരോ ഏജാ. ചിലര് യങ്ങായി അഡോളസൻസിലൂടെ കടന്നു പോകുന്നവര്, അതിലും ചെറിയ കുട്ടി, അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് പറയുമായിരുന്നു അമ്മ. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് എന്നോട് ഷെയർ ചെയ്യായിരുന്നു. അങ്ങനെ മിസ് പറഞ്ഞത് പലതും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ ലൈഫ് അങ്ങനെയാ പോകുന്നത്. പിന്നെ അവളുടെ എല്ലാ വർക്കുകൾക്കും സപ്പോർട്ട് ഹസ്ബൻഡും ഈ 5 കുട്ടികളും ആയിരുന്നു കേട്ടോ. അതും പറഞ്ഞു. ഓക്കെ, ദെൻ സൈൻ ഔട്ട് ഉണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ? യു ക്യാൻ ഷെയർ. നമുക്ക് ഓരോ കൺസെപ്റ്റും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ചാപ്റ്റർ നമുക്ക് ഇത്തിരി ലേറ്റ് ആവും, കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ടീച്ചിങ് പ്രാക്ടീസിനും പോകാം. ആൻഡ് ഇത് ശരിക്കും ഉള്ളിലേക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയി കഴിഞ്ഞു. നിങ്ങൾ അതിന്റെ ഹാഫ് വേ ജേർണിയിലാണ്. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, സോ എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ് പ്ലീസ്. ഒന്നുമില്ല. മക്കൾസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയാനോ, പാട്ട് പാടാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ കുട്ടികളൊക്കെ. ക്ലാസ് കഴിയുന്നവരേ ക്ഷമയോടെ ഇരിക്കും. ഭയങ്കര പേഷ്യൻസ് ആ കുട്ടികൾക്ക്, നമ്മളെ പോലെയല്ല. അവർ 1 hour ക്ലാസ് കഴിയട്ടെ, അതൊക്കെ അവരുടെ ഒരു കൺസേൺ ആണ്. അമ്മമാര് പഠിക്കില്ലേ എന്നുള്ള കൺസേൺ അല്ലേ. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളുണ്ട്. പ്ലീസ് അറിയുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനെങ്കിൽ ഷെയർ ചെയ്തോളൂ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, പ്ലീസ് എന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, then bye. Okay, thank you, Miss. Okay, ma'am. Thank you.